പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവും ജീവിതത്തിലെ വ്യത്യസ്ത തുറകളിലൂടെ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും നിങ്ങളോടൊപ്പം പരിചയപ്പെടുത്താൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് നമ്മോടൊപ്പം ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ ദാസി സിസ്റ്റർ മേരി ഹെലനാണ്. കർത്താവിന്റെ ദാസി ഇന്ന് തന്റെ ജീവിതത്തിലെ അനുഭവങ്ങളും ദൈവം നടത്തിയ വഴികളെക്കുറിച്ചും തന്റെ ജീവിതാനുഭവങ്ങളും നമ്മോടൊപ്പം പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അത് വളരെ ശ്രദ്ധയോടെ കേൾക്കാം. നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായിരിക്കും. ദൈവനാമം അതിലൂടെ മഹിമപ്പെടുവാൻ ഇടയായിത്തീരും. ആകയാൽ നമുക്ക് അവർക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസി സിസ്റ്റർ മേരി ഹെലനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ. കർത്താവിന്റെ ദാസി അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്താൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? എന്ത് ചെയ്യുന്നു? ഒന്ന് പറയാമോ? ഞാൻ മലപ്പുറം ഡിസ്ട്രിക്റ്റില് നിലമ്പൂരിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ഓക്കെ, പരിചയപ്പെടുത്തിയത് വളരെ സന്തോഷമുണ്ട്. അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം കർത്താവിന്റെ ദാസിക്ക് പറയാൻ ആഗ്രഹിക്കുന്ന തന്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ, ദൈവം നടത്തിയ വഴികളെക്കുറിച്ച്, മാതാപിതാക്കന്മാർ, ബാല്യകാലം, വിദ്യാഭ്യാസം, ഇപ്പോൾ ആയിരിക്കുന്ന ശുശ്രൂഷയിലെ എല്ലാ നല്ല ഓർമ്മകൾ, നല്ല അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നുള്ള സമയമാണ്. കർത്താവിന്റെ ദാസിക്ക് തുടർന്ന് സംസാരിക്കും. സ്തോത്രം. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇങ്ങനെ ഒരു അവസരം എനിക്ക് തന്ന പ്രിയ അരോമ ടി വിയോടുള്ള എൻ്റെ നന്ദിയെ ഞാൻ ആദ്യമായിട്ട് അറിയിക്കുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവിനെ കുറിച്ച്, ദൈവം ചെയ്തതായ നന്മകളെ കുറിച്ച് പറയുവാൻ ഇങ്ങനൊരു അവസരം കൂടി ദൈവം ഈ ഭൂമിയിൽ ദാനമായി തന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ സ്വദേശം കോഴിക്കോടാണ് ഞാൻ ജനിച്ചു വളർന്നത്. ഒരു പെന്തക്കോസ് കുടുംബത്തിൽ തന്നെയാണ് ഞാൻ ജനിച്ചു വളർന്നത്. എന്നാൽ എൻ്റെ ജനനം മുതൽക്ക് തന്നെ വളരെയധികം പ്രയാസഘട്ടങ്ങളിലൂടെ കടന്നുപോയി. എന്ന് വെച്ചാൽ ഞാനൊരു മുച്ചുറിയായിട്ടാണ് ജനിച്ചത്. മുച്ചുറിയായിട്ട്. അപ്പം ആദ്യമായിട്ട് എൻ്റെ രൂപം കാണുന്ന വ്യക്തികൾക്ക് ഒരു ഭയം തോന്നും. കാരണം അതുപോലെ പ്രകൃതമായ ഒരു രൂപമായിട്ടാണ് ഞാൻ ജനിച്ചത്. അപ്പം ആദ്യം ഡോക്ടർമാരൊക്കെ എൻ്റെ മാതാപിതാക്കളോട് ഇങ്ങനെ പറഞ്ഞു, എനിക്കൊരു ചേച്ചിയുണ്ട്, ഒരു കുഞ്ഞുണ്ടല്ലോ, അപ്പം ഇതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ വേണ്ടാന്ന് വെക്കാം, ഇത് സംസാരിക്കത്തില്ല, 5 വയസ്സ് വരെ എങ്കിലും ജീവിക്കുമോ ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഇതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടാന്ന് വെക്കാം. അപ്പം എൻ്റെ മാതാവിന്റെ മാതാവും ഒക്കെ വിശ്വാസത്തിന് വേണ്ടി നിന്ന ഒരു കുടുംബമായിരുന്നു. അപ്പോൾ അവരിങ്ങനെ എൻ്റെ ഈ വിഷയം വന്നപ്പോൾ പറഞ്ഞു, ദൈവം ഞങ്ങൾക്ക് തന്ന ഒരു കുഞ്ഞാണിത്, ഇത് എത്ര കാലം ജീവിച്ചാലും ഞങ്ങൾ ഇതിനെ നോക്കും എന്ന് പറയാനായിട്ട് ഇടയായിത്തീർന്നു. ആ വാക്കിന്റെ ബലത്തിൽ അവര് മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഞാൻ ജനിച്ച സമയത്ത് എനിക്ക് ഈ അണ്ണാക്കിന്റെ ഭാഗങ്ങളില്ല, ചെറുനാവില്ല, അതുപോലെ ഈ ഭാഗമൊന്നുമില്ല, ഇവിടത്തെ ഈ മൂക്കിന്റെ. അപ്പോൾ കണ്ടാ ശരിക്കും ഇങ്ങനെ ഒരു കുഞ്ഞ് എന്ന് പറയാൻ കുഞ്ഞിന്റെ മുഖ ഷേപ്പ് അല്ലായിരുന്നു. എന്നാൽ 3 മാസത്തിനുള്ളില് 3 മേജർ സർജറികൾ എന്ന് പറഞ്ഞാൽ അണ്ണാക്ക് സ്പ്ലിറ്റ് ആയതുകൊണ്ട് അത് തുന്നി ചേർത്ത് വെച്ചു. പിന്നെ അങ്ങനെ ഒരു മനുഷ്യന്റെ കോലമാക്കിയിട്ട് ഒരു 3 മാസത്തിനുള്ളിലാണ് ആക്കി തീർത്തത്. അങ്ങനെ മുലപ്പാലൊന്നും കുടിക്കാനൊന്നും കഴിയത്തില്ല. ഇവിടെ ഇങ്ങനെ നിപ്പിളൊക്കെ വെട്ടാകുമ്പോൾ അതിന്റെ ആ പ്രായം എന്ന് പറയുന്നത് വളരെ ശോചനീയമായ ഒരു അനുഭവത്തിലൂടെയാണ് കടന്നുപോയത്. മാതാവ് എന്നെ നോക്കുവാൻ വേണ്ടി അധികം ഭാരപ്പെട്ട സാഹചര്യങ്ങളായിരുന്നു. എന്നാൽ ഡോക്ടർമാര് പറഞ്ഞതുപോലെ വയസ്സ് 1 വയസ്സ് 2 വയസ്സൊക്കെ കഴിയുമ്പോഴും സംസാരശേഷി ഒട്ടും ഇല്ലാത്ത ഒരു ആളായിട്ട് ഞാൻ മാറി. അപ്പം 3 വയസ്സ് കഴിഞ്ഞു, അങ്ങനെ അപ്പോഴും സംസാരശേഷി ഇല്ല. അപ്പം ഈ ഡോക്ടേഴ്സിന്റെ ഒരു കാര്യം പറയാനിടയായി തീർന്നു, ഈ കൊച്ചിനെ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്കൂളിൽ, ചെറിയ നഴ്സറിയിൽ എവിടെയെങ്കിലും ഒന്ന് പഠിക്കാനായിട്ടല്ല, കുട്ടികളുമായിട്ടുള്ള മിംഗ്ലിങ് വരുമ്പോൾ ഇങ്ങനെ സംസാരശേഷി അപ്പ അമ്മ എന്നൊക്കെ വിളിക്കാനായിട്ട് പറ്റും എന്ന് പറഞ്ഞ് വീടിനടുത്തുള്ള ഒരു കുഞ്ഞു സ്കൂളിൽ എന്നെ കൊണ്ട് ചേർക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ ചേർത്ത സമയത്തും എനിക്ക് ഈ കുഞ്ഞുങ്ങളായിട്ട് മിങ്കിൾ എന്നും ചെയ്തു പോവാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. എന്നാലും എൻ്റെ മാതാവിന്റെ മാതാവ് എൻ്റെ കൂടെ ആ സ്കൂളിൽ വന്നിരുന്ന് എന്നെ ഇങ്ങനെ അവരെ കൂടെ ഇരുത്തി
സംസാരിപ്പിക്കാനുള്ള ഒരു കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കും. പക്ഷെ ഞാൻ 1ാം ക്ലാസ്സിൽ പോയിരിക്കും. അങ്ങനെ പഠനത്തിന് വേണ്ടി അല്ലാത്തതുകൊണ്ട് എനിക്ക് ഏത് ക്ലാസ്സിലും ഞാൻ പോയിരിക്കും. പക്ഷെ ആ വർഷം തന്നെ ആം, സംസാരശേഷിയൊന്നും ഇല്ലെങ്കിലും അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനും എടുക്കാനുള്ള കഴിവുള്ളതുകൊണ്ട് അന്നത്തെ പരീക്ഷ എഴുതി കഴിഞ്ഞ് ഞാൻ പാസ്സാകുമായിരുന്നു. അങ്ങനെ 1ാം ക്ലാസ്സിൽ കയറി, 2ാം ക്ലാസ്സിൽ കയറി. പക്ഷെ ഈ ക്ലാസ്സുകളൊന്നും കയറിയിട്ടും സംസാരശേഷിയില്ല. അപ്പോൾ എനിക്ക് കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ എനിക്ക് ആൾക്കാരോട് പ്രായം കൂടി വരുന്നതിനനുസരിച്ച് എനിക്ക് തന്നെ എന്നോട് ഭയങ്കര അപകർഷതാബോധം തോന്നി. ഒരു ഇൻഫ്യൂരിറ്റി കോംപ്ലക്സ്. ദൈവമേ, ഞാൻ മാത്രം എന്താണ് ഇങ്ങനെ ആവാൻ കാരണം? എനിക്ക് എന്തുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല? അപ്പൊ കുഞ്ഞുങ്ങളുടെ കൂടെ എൻ്റെ മമ്മി ആദ്യം സ്കൂളിൽ ചെന്നിട്ട് ഇങ്ങനെ പറയും, ഇവളെ ഈ സ്കൂളിന്റെ ഒരു ആക്ടിവിറ്റീസിലും എന്നെ പങ്കെടുപ്പിക്കരുത്, അവൾക്ക് സുഖമില്ലാത്ത കുട്ടിയാണ്. അപ്പൊ എന്നെ ജനിച്ച അന്ന് മുതലേ പുറംലോകം അറിയപ്പെടുന്നത് ആ സുഖമില്ലാത്ത കുട്ടി എന്നുള്ള രീതിയിലാണ്. അപ്പം ഇതെല്ലാം കേട്ട് കേട്ട് എൻ്റെ ഹൃദയത്തിനകത്ത് ഭയങ്കര ചോദ്യങ്ങളായി. എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം, ഇങ്ങനെ ഒരു ജന്മം ഉണ്ടായത്? കുഞ്ഞു പ്രായത്തില് ഞാൻ അമ്മയുടെ കൂടെ മാത്രം ഇങ്ങനെ നിൽക്കുന്ന ഒരാള്. അപ്പൊ ഞാൻ എപ്പോഴും നോക്കുന്നത് എൻ്റെ സിസ്റ്ററിനെ. അവര് നല്ല രീതിയില് നല്ല കാര്യങ്ങളിൽ എല്ലാത്തിലും ഭയങ്കര മിടുക്കിയായിട്ട്. അപ്പൊ എനിക്ക് ഒന്നിനും കഴിവില്ല, പ്രാപ്തിയില്ല, സംസാരിക്കാനും കഴിവില്ല, മറ്റുള്ളവരുടെ മുമ്പില് നമ്മളെ അങ്ങനെ നിർത്തുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ഞാൻ സ്കൂളിലാണെങ്കിലും ഒരു ബാക്ക് സൈഡില്, എപ്പോഴും ബാക്ക് സൈഡിൽ ഇങ്ങനെ നിൽക്കുക. അങ്ങനെ പോയി 5th പാസ്സായി. 5th കഴിഞ്ഞ് പിന്നെ വേറൊരു സ്കൂളിൽ, ഒരു കോൺവെന്റ് സ്കൂളിലേക്ക് എന്നെ മാറ്റാനുള്ള കാരണം കാരണം എനിക്ക് സംസാരശേഷി ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയുള്ള രീതിയിൽ ടീച്ചേഴ്സും അവിടുത്തെ സിസ്റ്റർമാരും ഒക്കെ നമ്മളെ നന്നായിട്ട് കെയർ ചെയ്യും. അപ്പൊ അങ്ങനെ ഉള്ളത് കൊണ്ട് എന്നെ അങ്ങനെ ഒരു സ്കൂളിലേക്ക്, അവിടെ ചെന്നിട്ട് എൻ്റെ മമ്മി ഇപ്രകാരം പറയും, അവളെ ഒന്നിനും ഇൻവോൾവ്മെന്റ് ചെയ്യിക്കരുത്. അപ്പം സത്യത്തിൽ എൻ്റെ പഠനം എന്ന് പറഞ്ഞാൽ പഠിക്കാൻ വേണ്ടിയിട്ടല്ല എന്നെ കൊണ്ട് സ്കൂളുകളിലൊന്നും ചേർക്കുന്നത്. കാരണം എങ്ങനെയെങ്കിലും രീതിയിൽ നല്ല രീതിയിൽ ഒന്ന് സംസാരിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുങ്ങൾ വന്നിട്ട് അന്ന് എൻ്റെ രൂപം എന്ന് പറയുന്നത് ഇതിലും വികൃതമാണ്. അപ്പം ആൾക്കാർ ഇങ്ങനെ എന്നെ നോക്കുമ്പോൾ ഇതെന്താ ഇങ്ങനെ നിൽക്കുന്നേ, ഇതെന്താ ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്നേ എന്നൊക്കെ എന്നോട് ഇങ്ങനെ കുഞ്ഞുങ്ങള് ചോദിക്കുമ്പോൾ, കൂടെയുള്ള ഫ്രണ്ട്സ് ചോദിക്കുമ്പോൾ എനിക്ക് അവരോട് മറുപടി ഒന്നും പറയാനായിട്ട് സംസാരം ഉണ്ടെങ്കിൽ പോലും ഒന്നും മനസ്സിലാവത്തില്ല, ക്ലിയർ ആവത്തില്ല. അപ്പൊ ഡോക്ടർമാര് അത് അന്നേ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ നടന്നുകൊണ്ട് ഈ കുഞ്ഞ് സംസാരിക്കത്തില്ലെന്ന്. പക്ഷെ എൻ്റെ വീട്ടിലെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രാർത്ഥനാ അന്തരീക്ഷത്തിലാണ് എപ്പോഴും വളർന്നു വരുന്നത്. അമ്മച്ചിയൊക്കെ എന്നും ഇരുന്ന് പ്രാർത്ഥിക്കുകയും, അപ്പം ജനിച്ച മുതലേ പറയും ഈ കുഞ്ഞിന് ഈ ദൈവം ഇവളെ ഉപയോഗിക്കും, കർത്താവിന് വേണ്ടിയുള്ള കുഞ്ഞാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിച്ച് പ്രാർത്ഥിക്കും. അപ്പൊ അമ്മാമ്മയൊക്കെ ഇങ്ങനെ എപ്പോഴും അന്യഭാഷ പറഞ്ഞൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് എപ്പോഴും പ്രാർത്ഥനകളിലെ, കുടുംബ പ്രാർത്ഥനകളിലൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. അപ്പൊ ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറയും, കർത്താവേ, എനിക്ക് മലയാളം എന്തായാലും പറയാൻ പറ്റത്തില്ല, ഈ അന്യഭാഷയെങ്കിലും ഒന്ന് എനിക്ക് പറയാൻ പറ്റണം. അങ്ങനെ പണ്ടേ ഈ സംസാരിക്കാനൊന്നും കഴിവില്ലെങ്കിലും ഞങ്ങളുടെ ചർച്ച് IPCയുടെ ചർച്ചായിരുന്നു. പക്ഷെ നല്ല രീതിയിൽ സെൻട്രൽ സ്കൂളിൽ കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടമായിരുന്നു. കാരണം അത്രയും നല്ല ഒരു ദൈവദാസനായിരുന്നു അന്നത്തെ ദൈവദാസ്. അപ്പോൾ ഞങ്ങളെ സൺഡേ സ്കൂൾ പഠിപ്പിക്കും. മമ്മി സൺഡേ സ്കൂളിലെ ടീച്ചറായിരുന്നു. അപ്പൊ എന്നെ പഠിപ്പിച്ചതും സൺഡേ സ്കൂളിൽ പഠിപ്പിച്ച ഒരു മാതാവ് ഉണ്ടായിരുന്നു. ഇപ്പോ ഈ നിത്യതയിൽ വിശ്രമിക്കുന്നു. അപ്പൊ അവരൊക്കെ എനിക്ക് നല്ല സപ്പോർട്ടാണ്. ഞാൻ സംസാരിച്ചിട്ടില്ല, ഒരു വാക്കേ എനിക്ക് പറയാൻ പറ്റുള്ളെങ്കിലും അവരൊക്കെ എന്നെ ഒത്തിരി എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ വേറെ ഒരു കാര്യത്തിലും ഇൻവോൾവ്മെന്റ് അല്ലാത്തതുകൊണ്ട് ഈ പ്രാർത്ഥിക്കുന്ന കാര്യത്തില്, പള്ളിയുടെ ചർച്ചിൽ പോകുന്ന കാര്യത്തില്, സൺഡേ സ്കൂളിന്റെ കാര്യത്തിലൊക്കെ എനിക്ക് ദൈവം മാത്രമേ ഉള്ളൂ. എന്നോട് സംസാരിക്കാൻ എനിക്ക് വേറൊരു രീതി ഇല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ എപ്പോഴും ദൈവത്തോടുള്ള ബന്ധത്തിൽ ചോദിക്കും, കർത്താവേ, ദൈവം മാത്രമേ എന്നോട് സംസാരിക്കാനുള്ളൂ. അപ്പൊ അങ്ങനെ രീതിയിൽ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പൊ എപ്പോഴും പക്ഷെ പരാതികളായി ഇങ്ങനെ കൂടുതലും പറയാം, എന്തുകൊണ്ട് അങ്ങനെ ആയത്, എന്തുകൊണ്ട് ഇങ്ങനെ ജനിച്ചു, ഞാൻ മാത്രം എന്തുകൊണ്ട് ഇങ്ങനെയായി എന്നുള്ള ആ ഒരു ചിന്താഗതി എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ജീവിത കാലഘട്ടം ഇങ്ങനെ പോയി. അപ്പം എപ്പോഴും
എന്നെ അറിയപ്പെടുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഇന്നാരുടെ മകൾ, അവൾ ഒരു അസുഖക്കാരി, ആ കൊച്ചിന് വയ്യാത്തതാ എന്ന് പറഞ്ഞിങ്ങനെ പറയാം. അപ്പൊ ഞാൻ അതൊക്കെ എന്റെ മൈൻഡിനകത്ത് അതൊക്കെ എപ്പോഴും ഞാൻ അങ്ങനെ ഒരു വ്യക്തിയാണ് എന്ന് ഉറച്ചു കഴിഞ്ഞു. എനിക്ക് വയ്യാത്തതാണ് എന്നുള്ള രീതിയിൽ. അങ്ങനെ 8th എത്തിയപ്പം എനിക്ക് ഇതുപോലെ മരണകരമായ രോഗങ്ങൾ എന്നെ പിന്തുടരുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പൊ പ്രാർത്ഥിക്കുന്ന ഒരു വീടായതുകൊണ്ട് എപ്പോഴും അവര് പറയും നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. പിന്നെ ഇപ്പൊ ചർച്ചിലാണെങ്കിലും പറയും പ്രാർത്ഥിക്കാം, എന്ത് അസുഖം വന്നാലും പറയും പ്രാർത്ഥിക്കാം. അപ്പൊ എന്റെ ഉള്ളില് എനിക്കറിയാം ദൈവത്തെ അസാധ്യമായ ഒരു കാര്യമില്ല. ഇപ്പൊ എന്നെ സംസാരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ദൈവത്തിന് അത് പ്ലാനും പദ്ധതിയുണ്ട്. അങ്ങനെ 8th എത്തിയപ്പോ എനിക്ക് കിഡ്നി സംബന്ധമായ ഒരു അസുഖം വരാനിടയായി. എന്നാൽ അത് പ്രാർത്ഥനയാൽ അത് സൗഖ്യമാകുവാനിടയായി. അപ്പൊ അന്ന് എല്ലാരും പറഞ്ഞു ഏതായാലും 5 വയസ്സ് വരെ കിട്ടത്തില്ല എന്ന് പറഞ്ഞ ആള് ഇപ്പൊ 8ാം ക്ലാസ്സിൽ എത്തിയില്ല. ഇനിയിപ്പം കാരണം ഞാൻ സ്കൂളിൽ പോകുമ്പോ എപ്പോഴും ഇങ്ങനെ ക്യാഷ് ലീവ് എടുക്കുന്ന മാതിരി ലീവ് എടുക്കും. കാരണം എനിക്ക് പഠിക്കാൻ പോകാൻ പറ്റത്തില്ല, അസുഖമായതുകൊണ്ട്. അപ്പൊ ഈ എക്സാം എഴുതണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ മെഡിക്കലി സർട്ടിഫിക്കറ്റ് ഒക്കെ കൊണ്ടു കൊടുത്തിട്ട് വേണം. അപ്പൊ അവര് പറഞ്ഞു നിങ്ങള് പഠനം നിർത്തിക്കോ, ഈ കൊച്ചിന് സുഖമായിട്ട് കൊണ്ടുവന്നാൽ മതി. പക്ഷെ ഞാൻ ഒരു ക്ലാസ്സിൽ പോലും തോറ്റിട്ടില്ല, ജസ്റ്റ് പാസ്സായിട്ട് ഞാൻ അങ്ങ് പോകും. അങ്ങനെ 8th വെച്ചിട്ട് ഇങ്ങനെ പഠനം പൂർത്തീകരിക്കാൻ പറ്റാത്ത സാഹചര്യമായി. പക്ഷെ എനിക്ക് പരീക്ഷ എഴുതണമെന്ന് ആഗ്രഹമുണ്ട്. എന്താ ദൈവം സഹായിച്ച് എന്നെ 8th പരീക്ഷ എഴുതിപ്പിച്ചു, പാസ്സായി. 8th കഴിഞ്ഞു, 9th കഴിഞ്ഞു. എന്നാൽ അപ്പോഴൊക്കെ പലപ്പോഴായിട്ടുള്ള രോഗങ്ങളുടെ എനിക്ക് അങ്ങനെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ മൂക്കിൽ കൂടെ അവിടെ വലിയ ഹോളൊക്കെ ഉള്ളത് കൊണ്ട് എപ്പോഴും മൂക്കിൽ കൂടെ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ വരും. അപ്പം മറ്റുള്ളവർക്ക് അത് കാണുമ്പം എന്നെ അങ്ങനെ കല്യാണങ്ങൾക്ക് ഇങ്ങനെ ഫങ്ഷൻസ് അങ്ങനത്തെ ഒന്നും കൊണ്ടുപോകത്തില്ല. കാരണം ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാം ഇങ്ങനെ മൂക്കിൽ കൂടെ വരുന്നത് കൊണ്ട് ആൾക്കാരെ മുമ്പിൽ പോയിട്ട് ഇരിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഞാൻ അങ്ങനെയുള്ള ഒരു കാര്യത്തിനോ ഫങ്ഷൻസ് കാര്യങ്ങൾ അങ്ങനെയൊന്നും പോവാറൊന്നുമില്ല. അങ്ങനെ 10th കഴിഞ്ഞ് അപ്പൊ എല്ലാരും പറഞ്ഞു അവള് പാസ്സാവത്തൊന്നുമില്ല, അത് പിന്നെ അങ്ങനെ വെറുതെ കൊണ്ടുപോയി ഇരുത്തിയേക്കുന്നില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ദൈവത്തോട് വന്ന് കർത്താവേ, ഞാൻ എല്ലാ ക്ലാസ്സിലും എന്റെ കഴിവ് കൊണ്ടോ എന്റെ പ്രാപ്തി കൊണ്ടോ ഒന്നുമല്ല പരീക്ഷ എഴുതുന്നത്, പക്ഷെ ഞാൻ പാസ് ഔട്ട് ആവുന്നുണ്ട്. അതും ഇതുപോലെ എനിക്ക് അറിയത്തില്ല, പക്ഷെ എന്നാലും അതിന്റെ മുന്നേ തന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അന്യഭാഷ പറയാൻ ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പൊ അന്നത്തെ ഞങ്ങളുടെ ചർച്ചില് പണ്ട് കാത്തിരിപ്പ് യോഗങ്ങളൊക്കെ നടക്കും. അപ്പൊ അതിനെല്ലാം ഒരു ആത്മീക മീറ്റിംഗ് പോലും അങ്ങനെ മുടക്കത്തില്ലായിരുന്നു. അങ്ങനെ അന്ന് പോയി ആ സമയത്ത് ഈ രോഗം വന്ന് മാറിയതിന്റെ ശേഷമുള്ള കാലഘട്ടങ്ങളാണ് സഭയില് കാത്തിരിപ്പ് യോഗം വെച്ചത്. അങ്ങനെ അവിടെ പോയപ്പോ എനിക്ക് വലിയ ആഗ്രഹമുണ്ട് അന്യഭാഷയില് സംസാരിക്കണം. ഏതായാലും മനുഷ്യരോട് സംസാരിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അന്നത്തെ പ്രാർത്ഥനയില് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്യഭാഷയില് ദൈവം എന്നെ നിറച്ചു. എനിക്ക് ഭയങ്കര സന്തോഷം, ഒരു എന്താ പറയാ, കർത്താവിനോടുള്ള ബന്ധത്തിൽ. അപ്പൊ അന്ന് മുതൽ അന്യഭാഷയിലായി. പിന്നെ പ്രാർത്ഥനയും കാര്യങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു അനുഭവം എനിക്ക് തന്നെ ഇങ്ങനെ ഫീൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 10ാം ക്ലാസ് എത്തി. 10ാം ക്ലാസ് എഴുതുന്ന സമയത്ത് എല്ലാരും ഇങ്ങനെ പറഞ്ഞ അതിന്റെ റിസൾട്ട് ഒന്നും നോക്കേ വേണ്ട, അവള് പാസ്സാവത്തില്ല. പക്ഷെ അന്നത്തെ കാലത്ത് 210 മാർക്ക് മതി പാസ്സാകാനായിട്ട്. പക്ഷേ ഞാനൊരു റിസൾട്ട് പറഞ്ഞ് എന്റെ റിസൾട്ട് ഒന്നും അന്നൊക്കെ നമ്മൾക്കറിയാലോ പത്രങ്ങളിലാണ് വരുന്നത്. പക്ഷെ ഞാൻ പാസ്സായി, എന്റെ നമ്പർ അതിനകത്ത് വന്നിട്ടുണ്ട്. പക്ഷെ മാർക്ക് വന്നപ്പോ ഭയങ്കര രസകരമായി തോന്നിയ കാര്യമായിരുന്നു. എനിക്ക് 211 മാർക്കായിരുന്നു SSLCക്ക് ഉണ്ടായത്. അപ്പൊ ഞാൻ പറഞ്ഞു കർത്താവേ പാസ്സായല്ലോ. അപ്പൊ എനിക്ക് മനസ്സിലായി, എനിക്ക് എന്റെ വീട്ടുകാർ എന്നെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാ അവര് വളർത്തിയത്. കാരണം ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഉള്ളത് കൊണ്ട് എപ്പോഴും എന്റെ ലൈഫ് എന്ന് പറയുന്നത് ഹോസ്പിറ്റല്, വീട്, ICU ഇത് തന്നെയായിരുന്നു. അതായത് ഒരു എന്റർടൈൻമെന്റ് ജീവിതമൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പം ഈ SSLC പാസ്സായപ്പോ എനിക്ക് തോന്നി എനിക്ക് പഠിക്കണം നന്നായിട്ട്, എന്റെ മാതാപിതാക്കന്മാരെ എനിക്ക് നോക്കണം, അവർക്ക് എനിക്ക് നല്ല കഷ്ടപ്പെട്ടിട്ടാണ് അവരെന്നെ വളർത്തിയത്.
പറ്റിയത്. അപ്പൊ അങ്ങനെ പഠിക്കണം എന്നുള്ള ആഗ്രഹം. അപ്പം ഈ 211 മാർക്ക് മേടിച്ച ആൾക്ക് എങ്ങനെ നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടും? അതൊന്നും നമുക്ക് ചിന്തിച്ചാൽ തന്നെ അറിയാം. എന്നാലും വേണ്ടിയില്ല, പ്രൈവറ്റ് ആയിട്ട് പഠിക്കാനായിട്ട് ഞാൻ പോയി, കോളേജിൽ പോയി. ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, സെക്കൻഡ് ഇയർ ആയി. സെക്കൻഡ് ഇയർ കഴിഞ്ഞപ്പോഴും ആ എക്സാമിന്റെ സമയത്ത് ഓൾ ടിക്കറ്റ് വാങ്ങാനായിട്ട് ഞാൻ ഒരു ദിവസം പോയ സമയത്താണ് അതിന്റെ മേലിൽ നിന്ന് ഈ കോളേജിന്റെ ബിൽഡിങ്ങിന്റെ ആ സ്റ്റെപ്പ് ഇങ്ങനെ കയറി. എനിക്ക് അറിയത്തില്ല എന്താ സംഭവിച്ചെന്നുള്ളത്, എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ അതിന്റെ മേലെ നിന്ന് താഴോട്ട് ഇങ്ങനെ വീഴുവാനിടയായി. വീണ സമയത്ത് ഈ തല ചെന്ന് എവിടെയോ ഒന്ന് അടിച്ചു. അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ എനിക്ക് ബോധം വരുമ്പോ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഞാൻ അഡ്മിറ്റാ. അപ്പൊ അഡ്മിറ്റ് ആയ സമയത്ത് എനിക്ക് ഈ ഭാഗം മുഴുവനും ഇങ്ങനെ ഒരു തളർന്ന ഒരു അവസ്ഥയിൽ നടക്കാൻ പറ്റുന്നില്ല. ആരുടെ ഹെൽപ്പ് ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. സംസാരശേഷി എനിക്ക് തീരെ ഇല്ലാത്തൊരു. അപ്പം ഡോക്ടേഴ്സ് പല അഭിപ്രായങ്ങൾ പറയാനായിട്ട് തുടങ്ങി. എന്തെന്ന് വെച്ചാൽ തല ഇങ്ങനെ ചെന്നടിച്ചത് കൊണ്ട് അപ്പൊ എന്തോ കാര്യമായിട്ടുള്ള പ്രോബ്ലം ആണ്. അപ്പൊ പ്രതികരണ ശേഷി നമ്മളെ തൊട്ടാ പോലും ഇങ്ങനെ അറിയാൻ പറ്റാത്ത ഒരു സ്റ്റേജിൽ ഞാൻ ഇങ്ങനെ ബെഡിൽ കിടക്കുന്ന സമയം. അപ്പം എനിക്ക് ഭയങ്കര എന്താ പറയാ, അപ്പൊ ആൾക്കാരൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, അസുഖമുള്ള കുട്ടിയായതുകൊണ്ട് എല്ലാവരുടെ ഉള്ളിലും ഇങ്ങനെ ഒരു ചിന്തയുണ്ടോ, അത് അസുഖമുള്ള ഒരു കുട്ടി, അത് മരിച്ചു പോയാല് അത്രയും നന്ന്. അപ്പൊ എല്ലാരും പ്രാർത്ഥിക്കുന്ന എന്താന്ന് വെച്ചാൽ, ഒരു അസുഖം വരുമ്പോഴത്തേക്ക് എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു സൗഖ്യം എന്നല്ല പറയാറ്. ഞാൻ ശ്രദ്ധിച്ച കാര്യം എന്ന് പറഞ്ഞാൽ, കർത്താവേ ഇവളെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കണേ. അതായത് അവർക്ക് ഞാനത് അവരെ ഒന്നും പറയുന്നതല്ല. കാരണം അവര് ചിന്തിക്കുന്ന എപ്പോഴും ഇതിന് അസുഖമല്ല, അപ്പൊ ഇനിയും ഇങ്ങനെ ഭാരമായിട്ട് കിടന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രയാസമല്ല. അത്രേ എന്നോടുള്ള ഞാനും അനുഭവിക്കുന്നു, എന്റെ ആൾക്കാരും അപ്പൊ പറയുന്ന അവര്, കർത്താവേ ഇതിന് ഈ നിത്യതയ്ക്ക് വേണ്ടി ഞങ്ങൾ ഏൽപ്പിച്ച് അങ്ങയുടെ കയ്യിൽ തരുന്നു എന്ന് പറഞ്ഞ എന്നെ ആര് കാണാൻ വന്നാലും, ഹോസ്പിറ്റലാണെങ്കിലും ഒക്കെ കാണാൻ വന്നാൽ പറയുന്ന, കർത്താവേ ദൈവത്തിന്റെ ഹിതം ദൈവം വെളിപ്പെടുത്തണമേ. കാരണം അവര് പറയുന്നത് എന്താന്ന് വെച്ചാൽ, മരിച്ച് പൊക്കോട്ടെ. കാരണം അത് എന്റെ ബുദ്ധിമുട്ടും കൂടി അവര് മനസ്സിലാക്കുന്നു കേട്ടോ. അതുകൊണ്ടാണ് അതൊക്കെ ഇപ്പൊ ഞാൻ ഓർക്കുമ്പോ അതൊക്കെ എന്റെ ജീവിതത്തിൽ നന്മയ്ക്കായി ദൈവം ചെയ്തു എന്ന് എനിക്ക് പറയാൻ പറ്റും. അപ്പം ഞാൻ അപ്പൊ ഒരു ദിവസം ഈ ഈ ഇങ്ങനെ ഒരു 3 മാസം കഷ്ടിയില്ല, അതിന്റെ മുന്നേ 1 മാസത്തോളം ഞാൻ ഇങ്ങനെ ഒരേ കിടപ്പിൽ ഇങ്ങനെ കിടക്കുന്നു. ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നു, വരുന്നു. ഭക്ഷണം കഴിക്കാൻ കഴിയത്തില്ല. ഇങ്ങനെ നാരങ്ങയൊക്കെ ഇങ്ങനെ പൊളിച്ചിട്ട് ഇങ്ങനെ ചുണ്ടിനകത്ത് വെച്ച് തരും. ഒന്നുമില്ല, എല്ലാം ശരീരം എല്ലാം ഡിസോർഡർ ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ മരിക്കാൻ പോലും എനിക്ക് ഒരു ചാൻസ് ദൈവം തരുന്നില്ലല്ലോ, പിന്നെ മനുഷ്യരുടെ മുമ്പിലെല്ലാം നിന്ദിക്കപ്പെട്ട് ഇങ്ങനെ കിടക്കാനാണോ എന്നെ കുറിച്ച് ദൈവത്തിന്റെ പ്ലാന്? എനിക്കൊരു ജീവിതം ഉണ്ടാകും, ഒന്നും അറിയത്തില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം സങ്കീർണമായ ഒരു ഡേ, കാരണം അരക്ക് കീഴ്പോട്ട് അര വരെയുള്ള കാര്യങ്ങളെല്ലാം ഏകദേശം എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായപ്പോൾ അവര് പറഞ്ഞു, മരിക്കാനുള്ള ചാൻസാ കൂടുതൽ, നിങ്ങൾ അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോ. അപ്പം വീടൊക്കെ വൃത്തിയാക്കി ഞാൻ മരിക്കും എന്നുള്ള ഒരു 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 സ്റ്റേജിലേക്ക് ഞാൻ വരിക. അപ്പൊ എന്റെ മാതാവും അങ്ങനെ എന്റെ റിലേറ്റീവ്സ് ഒക്കെ ഇങ്ങനെ വന്നിട്ട് എന്താ സംഭവിക്കുന്ന അറിയത്തില്ല, എന്തായാലും ദൈവത്തിന്റെ നാമത്തിന്, അങ്ങനെ ഒരു കാഴ്ചപ്പാടെ ഞങ്ങളുടെ ഫാമിലി, കർത്താവ് എന്ത് ചെയ്താലും അത് ദൈവനാമ മഹത്വത്തിന് എന്നുള്ള രീതി. പണ്ട് ഇങ്ങനെ ആൾക്കാർ പറയുന്നത്, എനിക്ക് ഇങ്ങനെ അസുഖങ്ങൾ കൂടെ അപ്പൊ ഊനമുള്ള കുഞ്ഞായിട്ട് ജനിച്ചുകൊണ്ട് കർത്താവിന്റെ വേലയ്ക്ക് പോലും കൊള്ളത്തില്ലെന്ന് എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഉണ്ടല്ലോ, ഊനം ഉള്ളതിനെ ദൈവത്തിന് സമർപ്പ. അപ്പൊ അങ്ങനെയും ആൾക്കാർ പറയും, അതിന് ദൈവത്തിന്റെ വേലയ്ക്ക് പോലും എന്ത് ചെയ്യത്തില്ല, കൊള്ളത്തില്ല. അപ്പൊ ഇതൊക്കെ എന്റെ മനസ്സിലുള്ള കാര്യം. അപ്പൊ ഞാൻ അന്ന് രാത്രി ഇങ്ങനെ എന്നോട് നേഴ്സ് വന്ന് എപ്പോഴും ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്ത് പോകും. അപ്പൊ ലാസ്റ്റിൽ ദിവസം ഇങ്ങനെ വന്നപ്പോ എന്നോട് എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് പ്രതികരിക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഞാൻ അന്ന് ഇങ്ങനെ ദൈവത്തോട് ഇങ്ങനെ, ശരിക്കും നമുക്ക് ദൈവത്തിന്റെ വചനത്തിലുണ്ടല്ലോ, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. അപ്പം അപ്പൊ എനിക്ക് ഈ വാക്യങ്ങളൊക്കെ ഞാൻ വായിച്ച് പഠിച്ച
രീതിയിൽ എന്നെ കൊണ്ട് എൻ്റെ മാതാവിന്റെ മാതാവാണ് എന്നെ വാക്യങ്ങളെല്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഫീഡ് ചെയ്ത് വെക്കും. എനിക്ക് പിന്നെ അത് വായിച്ച് മനസ്സിലാക്കാനുള്ള കഴിവൊന്നുമില്ല. അപ്പൊ എനിക്ക് കുറെ വാക്യങ്ങൾ സൺഡേ സ്കൂളിൽ പഠിച്ചതും മനപ്പാടാക്കിയൊക്കെ ഞാൻ അത് ശരിക്കും പറഞ്ഞ എൻ്റെ ഹൃദയത്തിൽ ആണ് ഞാനത് പഠിച്ചത്. അത് ഇന്നും അത് എനിക്ക് മാറത്തില്ല ചില വാക്യങ്ങളൊന്നും. അപ്പൊ ഒരു വാക്യമുണ്ട്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. അങ്ങനെ ഒത്തിരി വാക്യങ്ങൾ ഇങ്ങനെ ഞാൻ ഉരുവിടാൻ തുടങ്ങി എൻ്റെ ബെഡിൽ കിടന്നിട്ട്. അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, അങ്ങ് സൗഖ്യദായകനാണ്, സൗഖ്യമാക്കുന്ന ദൈവമാണ്, ആർക്കു വേണ്ടിയും ദൈവം സൗഖ്യം തരും എന്നൊക്കെ എനിക്ക് നല്ല അപ്പൊ ഞാൻ ഇങ്ങനെ ഉള്ളിന്റെ ഉള്ളില് അറിയാവുന്ന പാട്ടുകൾ പാടും. ഉള്ളിന്റെ ഉള്ളിൽ പുറത്ത് എനിക്ക് ഇതില്ല, പക്ഷെ ഉപബോധ മനസ്സിൽ നല്ല അറിവുണ്ട് എങ്ങനെയാ കിടക്കുന്നതെന്നുള്ളത്. അപ്പൊ അന്ന് എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പോയി ഇരിക്കുന്ന സമയത്ത് ഞാൻ പിന്നെ ദൈവത്തോട് പറഞ്ഞു, കർത്താവെ, നാളെ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ദൈവമേ എന്നെ ഈ ഭൂമിയിൽ നിന്ന് എടുക്കണം. എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥയിൽ ജീവിച്ചു പോകാനായിട്ട് എനിക്ക് താല്പര്യമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ദർശനം ഇങ്ങനെ പണ്ടേ ചെറിയ ചെറിയ രീതിയിൽ ദർശനങ്ങളൊക്കെ ഇങ്ങനെ കുഞ്ഞുനാളിലെ ഇങ്ങനെ കാണിക്കും. പക്ഷെ എനിക്ക് അതൊന്നും അറിയത്തില്ല ഇത് ദർശനമാണ്. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലാവും ദൈവം തന്ന ഒരു ദർശനമായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ദൈവം എന്നെ വലിയ പണ്ട് കാലത്ത് അപ്പച്ചനും അമ്മച്ചിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, നല്ല ആൾക്കാർ മരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ദൂതന്മാര് വന്നിട്ട് അവരെ കൊണ്ടുപോകും. ചീത്ത ആൾക്കാർ മരിക്കുമ്പോ പിന്നെ പിശാചിന്റെ ദൂതന്മാര് വന്നിട്ട് അവരെ കൊണ്ടു. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞ കണ്ടത് എന്താന്ന് വെച്ചാ, എന്റെ ചുറ്റിലും ഇങ്ങനെ മാലാഖമാരെ പോലെ ആൾക്കാർ നിൽക്കുന്നു, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലുള്ള ശബ്ദം കേൾക്കുന്നു. ഒരു എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല. അപ്പൊ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ എനിക്ക് ഇങ്ങനെ ഞാൻ മരിക്കാൻ പോവുകയാണ്, ഇന്ന് ഞാൻ മരിക്കും എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് ഞാൻ ഇങ്ങനെ വരിക. അപ്പം ഞാൻ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഇത് ചുറ്റും ഇങ്ങനെ നിൽക്കുന്നു, ഇങ്ങനെ ശബ്ദങ്ങളൊക്കെ ഭയങ്കരമായിട്ടുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നു. അപ്പം ഒരു മനുഷ്യൻ എൻ്റെ അടുക്ക് ഇങ്ങനെ കടന്നു വരുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പം ഇത് കാണുമ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ എൻ്റെ മേലെല്ലാം ഇങ്ങനെ പുതപ്പുകളൊക്കെ വിരിച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ എൻ്റെ അരികിൽ വന്നിട്ട് ഈ പുതപ്പെല്ലാം അങ്ങ് മാറ്റിയിട്ട് ഒരു പുതിയ ഒരു വെള്ള പുതപ്പ് എൻ്റെ മേലിൽ ഇങ്ങനെ വിരിക്കുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, മരിച്ചു കഴിഞ്ഞാലും മുഖം മൂടും, പക്ഷെ ഇത് മുഖം ഒന്നും മൂടുന്നില്ല, ഈ ഇത്രയും സൈഡ് അങ്ങോട്ട് പുതപ്പ് മൂടുന്നു. അങ്ങനെ ഞാൻ അന്ന് ഉറങ്ങി. സാധാരണ ഈ മരുന്നിന്റെ സഡേഷൻ കൊണ്ടൊന്നും അങ്ങനെ രാവിലെ ഒന്നും എഴുന്നേൽക്കത്തൊന്നുമില്ല. പക്ഷെ പിറ്റേ ദിവസം ഒരു 5 മണിയായപ്പോ അപ്പൊ എന്റെ കയ്യില് ഞാൻ എവിടെ പോയാലും ഗിഡിയൻ ഇന്റർനാഷണലിന്റെ ചെറിയ ബൈബിള് പണ്ട് ഇറക്കും, നമ്മുടെ ഈ പുതിയ നിയമം സങ്കീർത്തനം. അപ്പൊ ഇത് എവിടെ പോയാലും എനിക്ക് എന്താ അതൊരു ഫലമായിരുന്നു എൻ്റെ കയ്യിൽ ഉള്ളത്. അപ്പൊ ഞാൻ കിടക്കുന്ന ഈ കിടക്കയുടെ അടുത്ത് ഈ ബൈബിളുണ്ട്, ഈ ചെറിയ ബൈബിളുണ്ട്. അപ്പൊ പെട്ടെന്ന് രാവിലെ 5 മണിക്കൊന്നും അപ്പൊ ഞാൻ കട്ടിലേന്ന് വീഴാതിരിക്കാൻ അപ്പുറവും ഇപ്പുറവും ചേച്ചിയും കിടക്കും, ഇപ്പുറം മമ്മിയും കിടക്കും. അപ്പൊ അവര് രാവിലെ എഴുന്നേറ്റ്, ഞാൻ രാവിലെ എഴുന്നേറ്റ് പോകത്തില്ലല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ അന്ന് രാവിലെ ഞാൻ എൻ്റെ വേദപുസ്തകം എടുത്തിട്ട് എൻ്റെ ഡോക്ടറിന്റെ റൂമിലേക്ക് ഞാൻ ഓടി ചെന്നിട്ട് പറഞ്ഞു ഇങ്ങനെ വാക്യം. പക്ഷെ അന്നത്തോടെ ഫ്ലൂവൻസി ആയിട്ട് എനിക്ക് മലയാളം സംസാരിക്കാനുള്ള ഒരു കഴിവും കൂടി കിട്ടുക. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ വാക്യ പറഞ്ഞ മത്തായി സുവിശേഷം 6:33, മുൻപേ തന്റെ രാജ്യവും നീതി അന്വേഷിച്ചു. അപ്പൊ ആ വാക്യം ഇങ്ങനെ ആ ഡോക്ടറോട് പറഞ്ഞപ്പോ പറഞ്ഞു, ഇത് ബൈബിളിലെ വാക്യം. ഞാൻ പറഞ്ഞു, എനിക്ക് നല്ല സൗഖ്യമുണ്ട്, ദൈവം എനിക്ക് സംസാരവും നല്ല ക്ലിയറൻസ് ആയിട്ട് മറ്റുള്ളവർ പറയുന്ന പോലെ തന്നെ എനിക്ക് പറയാനായിട്ട് പറ്റുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോ അവര് മെഡിക്കലി അവരങ്ങനെ അംഗീകരിക്കത്തില്ല. അവര് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു ഹോൾ ബോഡി ചെക്കപ്പ് നടത്തണം, എന്നാലേ നിങ്ങളെ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാന് പറഞ്ഞു, അങ്ങനെ എനിക്ക് മനസ്സിലായി ദൈവം എന്നെ തൊട്ടു, കർത്താവാണ് എന്നെ സൗഖ്യമായത്, എനിക്കിപ്പോ ഡിസ്ചാർജ് വേണം. പക്ഷെ അവര് പറഞ്ഞു, ഞങ്ങള് അങ്ങനെ ഡിസ്ചാർജ് ഒന്നും ചെയ്യാനൊക്കെ. ഞാൻ പറഞ്ഞു, ഞാനിനി ഇപ്പൊ ഇവരെനിക്കൊരു കണ്ടീഷൻ വെച്ച് രോഗമാണെന്ന് പറഞ്ഞ് ഇനി ഇവിടെ വന്ന ഞങ്ങൾ എടുക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, ഞാൻ വരത്തില്ല.
നിങ്ങൾ എന്നെ ഡിസ്ചാർജ് ചെയ്തോ. അങ്ങനെ ഒരു ചെറിയൊരു ഇതൊക്കെ ആയി. അങ്ങനെ അന്ന് തന്നെ എന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഒരു ദിവസം പോലും ഈ ഹോസ്പിറ്റലിൽ കിടക്കത്തില്ല, എനിക്ക് വീട്ടിൽ പോകണം. പക്ഷെ എന്റെ ബോഡി കൊണ്ട് വരുമെന്ന് പറഞ്ഞാൽ ഞാൻ ജീവനോടെ എന്റെ വീടിനകത്ത് കയറി. പക്ഷെ അന്ന് വരെ ശരീരത്തിൽ ഏതെല്ലാം ഡിസോർഡറുകളുണ്ടോ അതെല്ലാം മാറി. ഒരു കഞ്ഞി കുടിച്ചു. എല്ലാ രീതിയിലും ഒരു പുതിയ ആരോഗ്യം എനിക്ക്. അതിനെക്കാട്ടും ഉപരിയായിട്ട് നന്നായിട്ട് സംസാരം. അപ്പൊ എന്നെ കണ്ടവർക്കൊക്കെ മനസ്സിലായി ദൈവം ഒരു മാറ്റം അങ്ങനെ ഞങ്ങളുടെ ബൈബിൾ കോളേജ്, ഒരു ചെറിയ ഒരു ലേഡീസിന്റെ ഒരു ബൈബിൾ കോളേജ് ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ പോയിട്ട് ദൂരെയൊന്നും വിടണം. അപ്പൊ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, വ്യക്തിപരമായിട്ട് നമുക്ക് ദൈവ സൗഖ്യം തരുമ്പോൾ നമുക്കറിയാം നമ്മുടെ ശരീരം. പക്ഷെ മറ്റുള്ളവർ അത് എത്ര അക്സെപ്റ്റ് ചെയ്യണമെന്ന് നമുക്കറിയത്തില്ല. അവർക്ക് അത്രയും അറിയത്തില്ല. അപ്പൊ എന്നെ ദൂരെയൊന്നും വിട്ട് പഠിക്കാനൊന്നും അവർക്ക് താല്പര്യമില്ലായിരുന്നു. അപ്പൊ ചെറിയൊരു കോളേജിൽ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടത്തെ ഞങ്ങളുടെ അന്നത്തെ വാർഡൻ മണക്കാലയില് പഠിച്ച ഒരു ചേച്ചിയായിരുന്നു ഞങ്ങൾ അന്നത്തെ ഒരു വാർഡൻ ഉണ്ടായിരുന്നു. അപ്പം ആ പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, ഹെലന് അപ്പൊ പഠിക്കാനും നല്ല ഇത്, എല്ലാ കാര്യത്തിലും നല്ല ഒരു മുന്നേറ്റം. അപ്പൊ അവരെന്നോട് പറഞ്ഞു, ഹെലന് മണക്കാലയില് പഠിക്കാം, ഞാൻ റിക്കമെൻഡ് ചെയ്യാം എന്ന് പറഞ്ഞ് അവരവിടെ എന്നെ ഇന്റർവ്യൂവിന് വിളിപ്പിച്ചു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. അത് ചെങ്ങന്നൂരാണല്ലോ, അന്ന് ഞങ്ങള് കോഴിക്കോടാ. അപ്പൊ അവിടെ പോയി ദൈവത്തിന്റെ വചനം പഠിക്കാൻ കിട്ടുന്നത് നല്ല അവസരാന്നൊക്കെ എന്നോട് ഈ ചേച്ചി ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പോവാ. അപ്പം മാതാവ് പറഞ്ഞു, നീ ഇത്രയും കാലം ഇവിടെ നിന്നിട്ട് ഇനി ഇങ്ങനെ പഠിക്കാനായിട്ട് ഇത്ര ദൂരെ പോണോ? ഇനി എന്തെങ്കിലും അസുഖങ്ങൾ വന്നാ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, ഒന്നുമില്ല അമ്മ, എനിക്ക് പഠിക്കണം, കർത്താവിന്റെ വചനം പഠിക്കണം, എനിക്ക് ദൈവത്തിന്റെ വേല. കാരണം എനിക്ക് ഒരു കാര്യം ഉറപ്പാ, എന്നെ ദൈവം കണ്ടിരിക്കുന്നത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി. വേറെ സെക്കുലർ ആയിട്ട് ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് ജീവിതം തീരെ ശരിയാവത്തില്ലെന്ന് എനിക്ക് എൻ്റെ ഉള്ളുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. അങ്ങനെ തന്നെ പിറ്റേത്തെ വർഷം ഞാൻ സെക്കുലർ ആയിട്ട് ഞാൻ പിന്നെ പരീക്ഷയ്ക്ക് ഒന്നും പോയില്ല. മണക്കാലേ ചെയ്യുന്നു. അന്ന് നമ്മുടെ ടി ജി കോശി സാറിന്റെ അമ്മാമ്മ മോളിയേന്റെയാണ് ഞങ്ങളെ ഇന്റർവ്യൂ ചെയ്യുന്നത്. എന്തോ അവരെന്നെ എടുത്തു, ഇന്റർവ്യൂ ചെയ്തു. അപ്പൊ അന്ന് ഇന്റർവ്യൂ ചെയ്ത് എടുത്തു കഴിഞ്ഞ് 3 മാസം സെമിസ്റ്റർ വെക്കേഷൻ വരെയൊക്കെ ഞാനിങ്ങനെ നന്നായിട്ട് പഠിച്ചോണ്ട് വരിക. അപ്പൊ അന്ന് ഇങ്ങനെയൊക്കെയുള്ള ഒരു മൂക്കിന്റെയും ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹീബ്രുവും ഗ്രീക്കും ഒക്കെ പറയുമ്പോൾ ചിലപ്പോ വാക്കുകളൊക്കെ മാറി ഇങ്ങനെയൊക്കെ. പക്ഷെ എന്നാലും പഠിക്കാൻ എനിക്ക് അറിയത്തില്ല പാസ്റ്റർ. അതുപോലെ ദൈവം ഒരു മുന്നേറ്റം പഠനത്തിൽ എനിക്ക് തരാനിടയായി. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്കറിയാം, നമ്മൾ ചിലപ്പോൾ തീരുമാനങ്ങളൊക്കെ ദൈവസന്നിധിയിൽ എടുക്കാറുണ്ട്. പക്ഷെ ആ തീരുമാനങ്ങളിൽ നല്ല രീതിയിൽ നമ്മൾ പോകണമെന്ന് വിചാരിച്ചാല് കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അവിടെ ഇവിടെയൊക്കെ വരും. ഈ തീരുമാനത്തിൽ നിൽക്കാൻ പറ്റാത്ത പ്രതിസന്ധികൾ വരും. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 3 മാസം കഴിയുന്നതിന്റെ മുന്നേ എന്റെ മൂക്കിൽ കൂടെയൊക്കെ ഇങ്ങനെ ബ്ലഡ് വരാൻ തുടങ്ങി. അപ്പൊ ഞാന് മമ്മിയോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, എന്താന്നറിയത്തില്ല, എനിക്ക് ഹോസ്പിറ്റലിൽ പോവാനും താല്പര്യമില്ല, പഠനം. അപ്പൊ എനിക്ക് ഒരു തീരുമാനത്തിന് ഞാൻ പോയത്, ഞാൻ എടുത്ത കോഴ്സ് കംപ്ലീറ്റ് ആക്കാതെ തിരിച്ച് ഞാൻ ഇങ്ങോട്ട് വരത്തില്ലെന്ന്. അപ്പം എന്തായാലും വെക്കേഷന് വീട്ടിൽ ചെന്നപ്പോ അമ്മ പറഞ്ഞു, നമുക്ക് കൊണ്ടുപോയി കാണിക്കാന്ന് പറഞ്ഞു. അമ്മ ഡോക്ടറെ കൊണ്ട് കാണിച്ചു. എനിക്ക് എപ്പോഴും കാണിക്കുമ്പോ എന്റെ ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും അവരോട് പറയും. അപ്പൊ അവരോട് ഇങ്ങനെ പണ്ട് വീണ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞ സമയത്ത് അവര് പറഞ്ഞു, എന്തായാലും വേണ്ടിയില്ല, നിങ്ങൾ ഒരു സ്കാൻ ചെയ്യും, ഇതിന്റെ കാര്യം എന്താന്ന് അറിയണല്ലോ, അപ്പൊ തല ഒന്ന് സ്കാൻ ചെയ്യണം. അങ്ങനെ സ്കാൻ ചെയ്ത് ഡോക്ടർ റിപ്പോർട്ട് കണ്ടപ്പോ എന്നോട് പറഞ്ഞു, അപ്പൊ അവർക്ക് എന്റെ ഹിസ്റ്ററി അറിയാം, ഞാൻ ഇങ്ങനെയൊക്കെ ഉള്ള ഒരാളാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, എനിക്ക് ഇവിടെ എന്ന് പറഞ്ഞ ഈ ഭാഗത്ത് സാധാരണ ആൾക്കാർക്കുള്ള പോലെ മോണയില്ല, ഇവിടെ മോണ ഇപ്പോഴും ഇല്ല. അപ്പം ആ മോണ ഇല്ലാത്തതുകൊണ്ട് ഏത് പ്രായത്തിലും എനിക്ക് പല്ലുകൾ വരും. ഇങ്ങനെ സാധാരണ ഇപ്പൊ എന്നെ കാണുന്ന ഒരു മുഖമല്ല, അപ്പൊ പല്ലൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഓരോ പ്രായത്തിനനുസരിച്ചും വരും. അപ്പൊ ഇവിടെ മോണ ഇല്ലാത്തതുകൊണ്ട് ഇവിടെയൊക്കെ വരേണ്ട പല്ല് എനിക്ക് അന്ന് വന്നത് മൂക്കിന്റെ ഉള്ളിലാ. സാധാരണ നമ്മള് തമാശ രൂപേണ ഇങ്ങനെ പറയും, എന്താ മൂക്കില് പല്ല് മുളച്ചിട്ടാണോ. അത് സത്യത്തിൽ ഇവിടെ മൂക്കിന്റെ ഉള്ളില് ഇങ്ങനെ കാണിച്ചു തന്നു. എക്സ്റേ ഈ സ്കാൻ ചെയ്തപ്പോ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ പല്ല് ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്നു. അപ്പൊ അത് തട്ടിയിട്ടാണ്
ഇങ്ങനെ ബ്ലഡ് വരുന്നത്. അപ്പൊ എന്നോട് ഈ ഡോക്ടർ ഡെന്റലില് കോഴിക്കോട് ഡെന്റലില് കൊണ്ട് കാണിക്കണം എന്ന് പറഞ്ഞു. ഡെന്റൽ കോളേജിൽ പോയപ്പോ അവർക്ക് എന്നെ കിട്ടിയപ്പോ ഒരു പുതിയ റെയർ കേസ്. അവര് പറഞ്ഞു ഇത് ഞങ്ങൾ ശരിയാക്കി, ഇത് ഓപ്പറേഷൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇത് നമ്മൾ കമ്പി ഇട്ടിട്ട് ഇങ്ങനെ നമ്മളൊരു എക്സ്പെരിമെന്റ്, ഒരു പുതിയ കേസ് വന്നാൽ ഞങ്ങൾ എങ്ങനെ ചെയ്യും അത്രേ ഞങ്ങൾക്ക് പറയാൻ പറ്റത്തുള്ളൂ, എന്തൊരു സക്സസ് ആവുമെന്നോ ഒന്നും അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ മമ്മിയോട് പറഞ്ഞു എനിക്ക് അങ്ങനെ ഇത് ഈ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഞാൻ ഇത് പഠിത്തം മുടക്കത്തില്ല, എന്തായാലും ഇത് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ പഠിക്കുകയും ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു കുഴപ്പമില്ല കമ്പി ഇടാന്ന്. അങ്ങനെ ഈ വായ മുഴുവൻ അങ്ങ് ഇങ്ങനെ കമ്പി ഇട്ടിട്ട് അവര് ഈ മൂക്കിന്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞല്ലോ ഹോളാണെന്ന്, ആ ഹോളിന്റെ ഉള്ളിൽ കൂടെ ആ പല്ലിനും കമ്പി ഇട്ടിട്ട് ഫുള്ള് മൂക്കിന്റെ ഇങ്ങോട്ടും ഉള്ളിലെല്ലാം കമ്പി ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ ഇത് ഇങ്ങനെ കമ്പി ഇട്ട സമയത്ത് പിന്നെ എനിക്ക് ഒട്ടും ഭക്ഷണം കഴിക്കാൻ പറ്റാതെ വല്ലാത്ത അവസ്ഥ. അപ്പൊ ഞാൻ കോളേജിൽ ഇങ്ങനെ ഈ രീതിയിൽ വന്നപ്പോ കോളേജിൽ നിന്ന് പറഞ്ഞു നീ ഇത് ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് വന്നാ മതി, ഇപ്പൊ നീ പഠിക്കണ്ട എന്ന്. പക്ഷെ എനിക്ക് ഭയങ്കര വിഷമം, ഞാൻ പറഞ്ഞില്ല. പക്ഷെ എന്നും ഞാൻ സിക്ക് റൂമിലായിരിക്കും, സിക്ക് റൂമിൽ പോയി. പക്ഷെ പരീക്ഷയൊക്കെ നല്ല രീതിയിൽ എഴുതും, പാസ് ഔട്ട് ആകും. അങ്ങനെ ഈ പഠിക്കുന്ന കാലഘട്ടം മുഴുവനും ഈ കമ്പി വലിയ, കാരണം എന്താ, ഈ കമ്പി ഇങ്ങനെ അവര് അവിടുന്ന് ഇങ്ങനെ വലിക്കും. 3-4 മാസം കൂടുമ്പോ കോളേജിൽ ചെല്ലും, എന്നിട്ട് അവര് വലിച്ച് 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 ആ പല്ല് അവര് 3-4 വർഷം കൊണ്ട് ഇവിടെ എത്തിച്ചു. ഈ മോണ എവിടെയാണോ ആ പല്ലിന്റെ സ്ഥാനം അവിടെ തന്നെ കൊണ്ടെത്തിച്ചു. പക്ഷെ ദൈവം എന്നെ പഠിച്ച് ഞാൻ പാസ് ഔട്ട് ആയിട്ട് വരുന്നത് വരെ ഈ പ്രൊസീജിയർ നടന്നിട്ടുണ്ട്. ഞാൻ അതില് എനിക്ക് മനസ്സിലായ കാര്യം, കർത്താവിന്റെ മക്കളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന എപ്പോഴും ദൈവത്തിലല്ലാതെ നമുക്ക് പ്രശംസിപ്പാൻ ഒന്നും ഉണ്ടാവരുത്. ഒരു കാര്യത്തിലും ഞാൻ അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് ഉള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെയായി എന്ന് എന്നെ സംബന്ധിച്ച് പക്ഷെ അത് എനിക്ക് മനസ്സിലായതെന്ന് പറഞ്ഞാൽ മണക്കാലയുടെ റിസൾട്ട് പാസ് ഔട്ട് ആയപ്പോൾ എനിക്ക് ഫസ്റ്റ് റാങ്ക് ആ ബാച്ചിൽ കിട്ടി. അപ്പം ഞാൻ പറഞ്ഞു കർത്താവെ, കാരണം എന്റെ സിറ്റുവേഷൻ എല്ലാ സാറുമാർക്കും എന്നെ അറിയുന്നവർക്കും മണക്കാലയിലുള്ളവർക്ക് എന്നെ പരിചയമുള്ളവർക്കൊക്കെ ഈ കുട്ടി എങ്ങനെ പഠിച്ചെടുത്തു, അവരെന്നെ ഈ എന്റെ പ്രതിസന്ധി കണ്ടവരാ. അവര് എപ്പോഴും പറയും അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് പാസ് ഔട്ട് ആവുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായത് നമുക്ക് ദൈവം ഒരു കാര്യം പോലും നമ്മൾ ചെയ്തു, എന്റെ കഴിവുകൊണ്ടാണ് ഞാനത് നേടിയതെന്ന് പറയാനായിട്ട് കർത്താവ് അനുവദിക്കത്തില്ല. അപ്പോ പാസ് ഔട്ട് ആയി വന്നപ്പോ അന്ന് ആ സമയത്ത് അവിടെ ഈ ട്രാൻസ്ലേഷൻ, ബൈബിള് ട്രാൻസ്ലേഷന്റെ മിനിസ്ട്രിക്കാർ വന്ന് ഈ ഗ്രാജുവേഷൻ ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ, അവര് മിഷണറീസ് ഒക്കെ വന്ന്. അപ്പൊ അന്നത്തെ കാലത്ത് ഈ ജിം എല്ലേറ്റിന്റെ മിഷണറി സ്റ്റോറി എന്നെ വല്ലാതെ സ്പർശിച്ചു. ആ ആ കർത്താവിന്റെ ദാസിനെ കൊല്ലുന്നതും അങ്ങനെ, പക്ഷെ കൊല്ലുന്നതല്ല, കർത്താവിന്റെ ഇപ്പോഴും 27 വയസ്സായ ചെറുപ്പക്കാരൻ ആ രാജ്യത്ത് വന്നിട്ട് പിന്നെ വെറും ഇങ്ങനെ കൊമ്പുകള് കൊണ്ടുവന്ന് അദ്ദേഹം മരിക്കുക, ആ ചരിത്രമൊക്കെ ഇങ്ങനെ ലൈവ്. അപ്പൊ എന്റെ ഹൃദയത്തിൽ ഭയങ്കര ആഗ്രഹം ഈ മിനിസ്ട്രി ചെയ്യണം. അന്ന് എനിക്ക് തീരുമാനം എടുത്തു, എനിക്ക് ഇങ്ങനെയുള്ള മിനിസ്ട്രിയിലേക്ക് എനിക്ക് പോകണം. അങ്ങനെ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ആണ് ഇതിന്റെ കോഴ്സ് പഠിക്കാൻ, ട്രാൻസ്ലേഷൻ, നോർത്ത് ഇന്ത്യയിലെ ട്രൈബൽസിന്റെ ഇടയിൽ പോയി നിന്നിട്ട് അവരുടെ ഭാഷ പഠിച്ച് ഒരു ഭാഷയിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്ത് ബൈബിള് കൊടുക്കുന്ന ആ ശുശ്രൂഷയിലേക്ക് എനിക്ക് പോകണമെന്നുള്ള താല്പര്യം. അങ്ങനെ നാസിക്കിൽ ഇതിന്റെ 3 മാസത്തെ പിന്നെ കോഴ്സ്. കാരണം എന്ന് വെച്ചാൽ ഈ കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഫോണോളജിയും ഫോണിറ്റിക്സ് ഒക്കെ പഠിക്കണം. അപ്പം നമുക്ക് നല്ല പ്രൊനൗൺസിയേഷൻ വേണം, നല്ല പക്ഷെ എനിക്ക് ഇതൊക്കെ ചെയ്തത് കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, എന്റെ മൂക്ക് ആ പല്ല് അവരിവിടെ എത്തിച്ചപ്പോ പിന്നെ എനിക്ക് വലിയ ഹോളായി അവിടെ. ആ പല്ലെടുത്ത ആ സ്ഥാനത്ത് ഭയങ്കര വലിയ ഹോളായി. പിന്നെ കംപ്ലീറ്റ് ഭക്ഷണം കഴിക്കുന്നത് അങ്ങനെ മൂക്ക് കൂടെ വരും, ഈ നാവ് വരെ പുറത്തേക്ക് വരുന്ന രീതിയിൽ മൂക്കിന്റെ ഉള്ളിൽ അത്രയും വലിയ ഹോളായി. അപ്പൊ അന്നത്തെ ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു അണ്ണാക്ക് വെച്ച് തരാന്ന് പറഞ്ഞിട്ട് എനിക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു അണ്ണാക്ക് അവരിങ്ങനെ വെച്ച് തരിക. അത് വെച്ചിട്ടാണ് ഞാൻ ഈ ട്രാൻസ്ലേഷന്റെ കോഴ്സിന് പോകുന്നത്. അപ്പോ
അതും ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് പറ്റത്തില്ല. കാരണം ഈ ആർട്ടിഫിഷ്യൽ അണ്ണാക്ക് വെച്ചിട്ടൊന്നും നമുക്ക് ഒരിക്കലും പ്രൊനൗൺസ് ചെയ്യാനായിട്ട് ആ വാക്കുകളൊക്കെ അതേപോലെ ഉച്ചരിക്കണം. പറ്റത്തില്ല. പക്ഷെ 3 മാസം ആ പ്രതിസന്ധിയിലും ദൈവം കംപ്ലീറ്റ് ആക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. അങ്ങനെ ഏഹ് ഞാന് അവിടെയുള്ള മിഷണറീസിന്റെ കൂടെ ബാച്ചിലർ ആയതുകൊണ്ട് അങ്ങനെ അവരുടെ കൂടെയാ താമസിക്കുക. അങ്ങനെ ഉൾഗ്രാമങ്ങളിലൊക്കെ പോയി ഗോത്രവർഗ്ഗക്കാരുടെയിലൊക്കെ താമസിച്ച് അവരുടെയൊക്കെ അപ്പൊ എനിക്ക് നല്ല സംതൃപ്തിയായിരുന്നു. അവരെയൊക്കെ ഒത്തിരി അങ്ങനെയുള്ള മിഷനറീസ് അവര് പാസ്റ്റർക്ക് അറിയാലോ നോർത്ത് ഇന്ത്യയിൽ എങ്ങനെയാണ് അത്രയധികം അവർക്കെല്ലാം ഉണ്ട്. പക്ഷെ അവരെല്ലാം വിട്ടിട്ട് ദൈവത്തിന് വേണ്ടി അവർ ആ ഗ്രാമങ്ങളിൽ പോയിട്ട് അവര് ചെയ്യാ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഗ്രഹാം സ്റ്റെയിൻസിന്റെ ഒക്കെ വിഷയം വന്നപ്പോ ഞങ്ങളുടെ ഈ WFA അതായത് വിക്ലിഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ആ സംഘടന അവര് വിവാഹം കഴിച്ചു വന്ന പിന്നെ നിങ്ങൾക്ക് കുടുംബമായിട്ട് ഒരു ഫീൽഡ് തരാം എന്നൊക്കെ. അപ്പൊ അങ്ങനെ ഞാൻ ഇങ്ങനത്തെ പ്രശ്നങ്ങള് രൂക്ഷമായപ്പം തിരിച്ച് കേരളത്തിലോട്ട് വന്നു. കേരളത്തിലോട്ട് വന്നിട്ട് എനിക്ക് എന്നാലും ഒരു സംതൃപ്തിയില്ല. കർത്താവേ പിന്നെയും എന്തെങ്കിലുമൊക്കെ കർത്താവിന് വേണ്ടി ചെയ്യണം, ദൈവത്തിന് വേണ്ടി അല്ലാതെ വേറെ ഒരു കൺസെപ്റ്റിലേക്കൊന്നും എന്റെ മൈൻഡ് പോയിട്ടില്ല. അപ്പം വിവാഹത്തോടുള്ള ബന്ധത്തിലാണ് ഞാനിങ്ങനെ ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ ചെയ്യുന്ന അങ്ങനെയുള്ള വ്യക്തികളാണ് താല്പര്യം. എന്നാലും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് കർത്താവെ ഒരു കർത്താവിന്റെ ദാസനെ വിവാഹം കഴിച്ച് ദൈവത്തിന്റെ വേലയോടുള്ള ബന്ധത്തിൽ തന്നെ, അല്ലാതെ സെക്യുലർ ആയിട്ട് ഒരു ജോബിനോ അല്ലെങ്കിൽ വേറെ ഒരു കാര്യത്തിനോ ഒന്നുമില്ല. അപ്പം ഞാനിവിടെ വന്നതിന്റെ ശേഷം എന്റെ മാതാവ് വളരെയധികം രോഗമായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു കണ്ണ് ഈ കാഴ്ച നഷ്ടപ്പെട്ടിട്ട് ഇരിക്കുന്ന സമയാ. കാഴ്ച. അപ്പൊ എന്റെ ചേച്ചിയുണ്ട്. അപ്പൊ എന്നെ നോക്കാനായിട്ട് പിന്നെ മമ്മീനെ നോക്കാനായിട്ട് ചേച്ചിയുണ്ട്. അപ്പൊ ഞാനും ഇവിടെ അപ്പൊ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു കാര്യത്തിന് പോയി. അങ്ങനെ തിരുവല്ലായില് ഈ സീഫി എന്ന് പറഞ്ഞ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ BBS സംബന്ധമായിട്ടുള്ള ഒരു ഓഫീസിൽ എനിക്ക് അവിടുത്തെ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഒരു അവസരം കിട്ടി. അപ്പോൾ ഞങ്ങളുടെ ഡിസ്ട്രിക്ട് പാസ്റ്റർ ആയിരിക്കുന്ന അവരുടെ വീട്ടിൽ നിന്നുകൊണ്ടാണ് ഞാൻ അവിടെ ഈ വർക്കിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മമ്മിക്കും ഇതുപോലെ വയ്യാതെയായിട്ട് സ്ട്രോക്ക് ഒക്കെ വന്നിട്ട് ഇങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ വല്ലാതെ ഒരവസ്ഥയിലിരിക്കുക. അപ്പൊ കണ്ണ് ഇതുപോലെ പഴുത്തിട്ട് കണ്ണ് റിമൂവ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലെത്തി. അങ്ങനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കണ്ണ് റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പിന്നെ ഞാൻ ഈ തിരുവല്ലയില് ഈ സീഫിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ എനിക്കിങ്ങനെ അവിടെ എല്ലാ ദിവസവും അവിടെ ഓഫീസിൽ പോകുന്നതിനോട് എനിക്കിങ്ങനെ പനിയൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരാൻ തുടങ്ങി. അതൊന്നും അത്ര വലിയ കാര്യമാക്കില്ല. അപ്പൊ വിവാഹ സംബന്ധമായുള്ള ക്രമീകരണങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ എൻ്റെ ആഗ്രഹം കർത്താവിന്റെ വേല എന്നുള്ള വേറെ ഒരു ചിന്തയും കാര്യങ്ങളും അങ്ങനത്തെ രീതികളൊന്നുമില്ല ദൈവത്തിന്. അപ്പൊ അങ്ങനെയുള്ള അതിന് വേണ്ടി നിൽക്കുന്ന സമയത്ത് പനിയൊക്കെ ഇങ്ങനെ വന്നപ്പോ ഒരു ദിവസം ഞാന് ഇങ്ങനെ എന്റെ ശരീരത്തിൽ ഒരു മുഴ ഇങ്ങനെ കാണാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പൊ ഇത് കണ്ടപ്പം എന്താണ് ഇത് ഒന്നും അറിയത്തില്ല. അമ്മേനോട് പറയാനായിട്ട് പറ്റത്തില്ല, ആരോടും പറയാൻ പറ്റത്തില്ല ഇതെന്താന്ന്. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ കൂടെ ഉള്ള ഒരു കുട്ടി അന്ന് MBBS കഴിഞ്ഞ് നിൽക്കുന്ന അപ്പൊ ഞാൻ അവളോട് ഈ കാര്യം ഇങ്ങനെ ഷെയർ ചെയ്തു. അവള് ഡോക്ടറാണ്. അപ്പം ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു ചേച്ചി ഒരു കാര്യം ചെയ്യ്, ഇപ്പൊ തൽക്കാലം എവിടെയും കൊണ്ടുവന്ന് കാണിക്ക് ഈ ലംബം എന്താണെന്ന് അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ ഉള്ളില് ആദ്യം തന്നെ ചിന്ത വന്നു, ഇത് ഇനിയിപ്പോ കാണിച്ച് ഇനി വല്ല ക്യാൻസറും ആണെന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ഭാവി മുടങ്ങും. പിന്നെ ഇനി മുന്നോട്ട് ഇങ്ങനെ നമുക്കറിയാലോ ഒരു വിഷയം വരുമ്പോഴാണ് അതിന് പുറകിൽ ഒത്തിരി ചിന്തകൾ ഇങ്ങനെ വരും. അപ്പൊ ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ടെസ്റ്റ് ചെയ്യാം, ഇതൊന്നും ആരോടും അങ്ങനെ ഷെയർ ചെയ്യണ്ടെന്ന് വിചാരിച്ച് തിരുവല്ലയിൽ നിൽക്കുമ്പോ തന്നെ അവിടുത്തെ ദൈവദാസനും ദൈവദാസിയും അറിയാതെ തന്നെ ഞാൻ ഒറ്റയ്ക്ക് മെഡിക്കൽ മിഷനിൽ പിന്നെ
ഇങ്ങനെ ഇതെന്താന്നറിയാൻ വേണ്ടി പോകും. അപ്പൊ ആ ഡോക്ടർ ഞാൻ കൊണ്ട് കാണിച്ചത് ഒരു ഗൈനക്കോളജി അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു, ഇത് ഞങ്ങളല്ല നോക്കേണ്ടത്, സർജൻസ് നോക്കണം. അതുകൊണ്ട് നിങ്ങള് ആദ്യം പുഷ്പഗിരിയിൽ പോയി. അവിടെ അവിടെ ചെന്നപ്പം ഈ പുള്ളിക്കാരി പറഞ്ഞു, ഞങ്ങളല്ല അത് നോക്കണ്ടേ, ഏഹ് ഇത് സർജൻസ് നോക്കണം എന്ന് പറഞ്ഞു. അവരെന്നെ വേഗത്തില് മെഡിക്കൽ മിഷനിലോട്ട് വിട്ടു. മെഡിക്കൽ മിഷനിലോട്ട് തന്നെ അവര് തന്നെയാണ് എന്നെ ഓട്ടോ വിളിച്ച് ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവിടുന്നത്. അവിടെ ചെന്നപ്പോ ഇവര് ചോദിച്ചു, കൂടെ ആരാ വന്നേ? ഞാൻ പറഞ്ഞു, ഇങ്ങനെ കൂടെ ആരുമില്ല, വീട് കോഴിക്കോടാണ്, ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു ഇതില് ജോലി ചെയ്യാണ്. അപ്പം പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോ ഇങ്ങനെ കാണിച്ചു തന്നപ്പോ അവര് പറഞ്ഞു, പെട്ടെന്ന് FNAC എടുക്കണം എന്ന് പറഞ്ഞു. പിന്നെ FNAC എടുക്കാൻ വേണ്ടി ഇങ്ങനെയൊന്നും വരരുത്, കൂടെ ആരെങ്കിലും ഒക്കെ വരണം എന്നൊക്കെ പറഞ്ഞപ്പോ ഇത് ഞാനിപ്പോ എന്തായാലും എടുക്കാന്ന് പറഞ്ഞ അങ്ങനെ FNAC ഞാൻ തന്നെയേ ഉള്ളൂ അവിടെ. അവര് FNAC എടുത്തിട്ട് എന്നോട് പറഞ്ഞു, ഇതേപോലെ ഇതിന്റെ റിസൾട്ട് വാങ്ങാൻ വേണ്ടി വരുമ്പോ വീട്ടീന്ന് കാര്യപ്പെട്ട ആൾക്കാര് വരാതെ റിസൾട്ട് ഒന്നും വാങ്ങ അപ്പൊ ഞാനും ഇങ്ങനെ വിചാരിച്ചു, ഇനിയിപ്പോ എന്ത് റിസൾട്ട് വാങ്ങാലും ഞാൻ വാങ്ങിക്കും, ഞാൻ കീറും, ഞാൻ കളയും. ഞാൻ അങ്ങനെ ആരോടും ഷെയർ ചെയ്യാനൊന്നും പോകുന്നില്ല. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോ എന്നെ മെഡിക്കൽ മിഷനിൽ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, കാര്യപ്പെട്ട ആൾക്കാർ വരാതെ റിസൾട്ട് പബ്ലിഷ് ചെയ്യില്ല. അപ്പൊ ഞാൻ ആരോട് പറയും? എന്റെ അമ്മ ഇങ്ങനെ കിടക്കുന്നു. ആ സമയത്താണ് എന്നെ ഇപ്പൊ നോക്കുന്ന എന്റെ മമ്മിയുടെ ഒരു സിസ്റ്റർ ഉണ്ട്. അവര് കല്യാണം കഴിച്ചു. അവരെ ഹസ്ബൻഡ് ഇതുപോലെ ഒരു വല്ലാത്ത സ്ട്രോക്ക് വന്ന ഒരാളാ. അപ്പൊ പുള്ളിക്കാരി 10 വർഷത്തോളം നന്നായിട്ട് അവരെ നോക്കി. അവര് മരിച്ചു. ആ അങ്കിള് മരിച്ചു. മരിച്ചു കഴിഞ്ഞപ്പോ ഇവരൊന്ന് ഫ്രീ ആയിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ താമസിക്കുക. അപ്പൊ ഞാൻ ഈ ആന്റീനെ, അപ്പൊ അവർക്ക് മാത്രമേ ഒന്ന് എന്റെ കൂടെ വരാൻ പറ്റത്തുള്ളൂ. ഞാൻ തിരുവല്ലയിൽ ഒന്ന് വരുവോ, ഇതുപോലെ ഒരു കാര്യമുണ്ട്, അമ്മേനോട് പറയണ്ടാന്നും പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരി വേഗം എന്റെ അവസ്ഥ കേട്ടപ്പം ഹോസ്പിറ്റലിൽ വന്നു. അങ്ങനെ ഓരോരോ സിംറ്റം പാരിയൊക്കെ ദൈവം എന്നോട് ഇങ്ങനെ ഓരോ കാര്യങ്ങള്, പക്ഷെ ഞാൻ അതൊക്കെ അങ്ങ് റിജക്ട് ചെയ്ത്, അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല, അങ്ങനെയൊന്നും വരത്തില്ല. നമ്മൾ അങ്ങനെ ആണല്ലോ, പ്രത്യേകിച്ചും അങ്ങനെ ആ സംഭവങ്ങൾ കേൾക്കുമ്പോ. അപ്പൊ റിസൾട്ട് വാങ്ങാനായിട്ട് വന്ന സമയത്ത് പിന്നെ ഈ ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഷാരോനിൽ ഒരു പാസ്റ്റർ ജോൺ വർഗീസ്, പുള്ളിക്കാരന്റെ വൈഫ് എന്നോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവരൊക്കെ കാര്യങ്ങൾ നേരത്തെ അറിഞ്ഞു. ഞാൻ അറിയുന്നത് കുറേ കഴിഞ്ഞിട്ടാണ്. എന്നെ അപ്പൊ തന്നെ അവര് കോഴിക്കോട് കൊണ്ടുവന്നു. ഈ ആന്റിയുടെ കൂടെ തന്നെ എന്നെ കോഴിക്കോടേക്ക് വിട്ടു. ഞാൻ പിന്നെ ശരിക്കും പറഞ്ഞ അർബുദ വ്യാധിയുള്ള ബോർഡിന്റെ മുന്നിൽ കൂടെ എന്നെ കൊണ്ടുപോയിട്ട് പോലും ഞാൻ അറിഞ്ഞില്ല എന്നുള്ളതാ, ഇങ്ങനെ ഒരു അസുഖമാണ് എനിക്ക്. അങ്ങനെ ഇത് അറിയുന്നത് എപ്പോഴാന്ന് ചോദിച്ചാ, അന്ന് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു ഫ്രണ്ട്, അപ്പൊ ഇവരെല്ലാം അന്ന് മെഡിക്കൽ കോളേജിലെ ഹൗസ് സർജൻസി ആയിട്ട് വർക്ക് ചെയ്യുന്നവരാ. അപ്പൊ അതിലൊരു ഒരു 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 ചേച്ചി എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു, ഹെലന് ഇപ്പം ക്യാൻസർ ആണെന്ന് പറഞ്ഞ എന്തായിരിക്കും പ്രതികരണം എന്ന് വെച്ച്. അപ്പോ ഞാൻ പറഞ്ഞു, അങ്ങനൊന്നും ദൈവം നമ്മളോട് ചെയ്യത്തില്ല എന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, ശാന്തമായ രീതിയിൽ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ചേച്ചി 4th സ്റ്റേജ് ആയിട്ടുണ്ട്, ക്യാൻസർ ആണ്, പിന്നെ ചേച്ചി എന്താണ്. അപ്പൊ പെട്ടെന്ന് ഇത് കേട്ടപ്പോ തന്നെ ഞാനങ്ങ് അലറി കരയുന്ന പോലത്തെ ഒരു എന്താ ചെയ്യണ്ട എന്നുള്ള രീതിയായി. അപ്പൊ എന്നെ ഒരു വല്ലാത്തൊരു ഇമോഷണൽ ആയിട്ട് എനിക്ക് ക്യാൻസറോ എന്നുള്ള രീതിയിൽ ഞാൻ ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് ഞാനിങ്ങനെ സൈലന്റ് ആയി ചിന്തിച്ചപ്പോ ഞാനിങ്ങനെ ഓർത്ത്, കർത്താവേ, ചെറുപ്പം മുതൽ ഇങ്ങനെ ഒരു അനുഭവം, നല്ല പ്രായത്തിൽ ദൈവം നല്ല രോഗസൗഖ്യം തന്നു. ഇപ്പൊ ഇതാ ഭാവിയോടുള്ള ക്രമീകരണങ്ങള് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു അനുഭവമോ, എനിക്കതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സത്യം പറഞ്ഞാൽ ഭയങ്കര നിരാശ എന്റെ ഹൃദയത്തിനോട്. ഇങ്ങനെ അത് മുന്നിലോട്ട് എങ്ങനെ പിന്നെ അതിനേക്കാട്ടും ഉപരി എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങള്, വിമർശനങ്ങൾ ഒരുപാട് വരും. എന്ന് പറഞ്ഞാൽ ആദ്യം ചോദിക്കുന്നത് എന്താണെന്നറിയോ? കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയിട്ട് ഇങ്ങനെ സംഭവിക്കും, ഇതിങ്ങനെ വരാൻ പാടുണ്ടോ? നമ്മുടെ കയ്യിലിരിപ്പോണ്ട് സംഭവിക്കുന്നതല്ലേ? കാരണം നമ്മുടെയൊക്കെ ചിന്താഗതി എങ്ങനെ, എന്തെങ്കിലും വലിയ രീതിയിൽ കാര്യങ്ങൾ പറയുമ്പോ പറയും, അത് അവരുടെ കയ്യിലിരിപ്പോണ്ടാണ് അതങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന്. പിന്നെ ഒരുപാട് വിമർശനങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അതൊക്കെ എനിക്ക് അറിയാൻ തന്നെ. അങ്ങനെ അപ്പൊ 4th സ്റ്റേജിലാണ് ഇങ്ങനെ. അപ്പൊ ഡോക്ടർമാർ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ സർജറി ചെയ്യാം, റിമൂവ് ചെയ്യണം,
ബ്രസ്റ്റ് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. ആം, അപ്പം അപ്പോഴും എനിക്ക് അറിയത്തില്ല എങ്ങനെ ഇതിനോട് ഞാൻ പറഞ്ഞു, ദൈവം എനിക്ക് തന്ന ഒരു അവയവമാ, പക്ഷെ അത് ഞാൻ റിമൂവ് ചെയ്യത്തില്ല. അപ്പോൾ ഇവരെന്നോട് പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ബ്രസ്റ്റ് ക്ലിനിക്കിൽ പോയിട്ട് കൗൺസിലർമാരുണ്ട്, അവര് ഇങ്ങനെയുള്ള പേഷ്യൻസിനെ അവർ കൗൺസിലിംഗ് ചെയ്യും, അതിന്റെ ഈ പ്രത്യാഘാതങ്ങളെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ക്ലിനിക് ഉണ്ട്, അവിടെ ഈ കൊച്ചിനെ കൊണ്ടേ. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ആര് പറഞ്ഞാലും വേണ്ടിയില്ല, ഞാൻ ഇത് റിമൂവ് ചെയ്യത്തില്ലെന്ന്. പക്ഷെ ഇവരെന്നെ ശരിക്കും പറഞ്ഞാൽ അതങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് വലിയ പ്രയാസത്തിലേക്ക്, 4ാമത്തെ സ്റ്റേജാന്ന് പറഞ്ഞാലും കുറച്ചുകൂടി കഴിഞ്ഞാൽ വല്ലാത്തൊരു സിറ്റുവേഷൻസിലേക്ക് വരും. പിന്നെ വേദന സഹിക്കാതെ നിങ്ങളിനി മരിക്കുകയാണെങ്കിൽ തന്നെ അങ്ങനെയൊക്കെയുള്ള പറഞ്ഞ് എന്തിനു പറയുന്ന എന്നെ കൊണ്ട് അവർ സൈൻ ഇടിപ്പിച്ചു ചെയ്യാം എന്നുള്ള അങ്ങനെ ഞാനും ഇങ്ങനെ എന്താ ഒരു ഒരു ഒന്നുമില്ലാത്ത ചെയ്യോ അങ്ങനെയുള്ള ഒരു സ്റ്റേജിലേക്ക് വന്നു. ഞാനിങ്ങനെ ഓപ്പറേഷന് വേണ്ടിയിട്ട് മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ കിടക്കുന്ന സമയമാണ്. പക്ഷെ എൻ്റെ ഉള്ളിൽ ഞാൻ അപ്പോഴും വിശ്വസിക്കുന്നത് എന്താ, എൻ്റെ ടേബിളിൽ ഞാൻ കിടക്കുമ്പോൾ ദൈവത്തിന് എന്നെ സൗഖ്യമാ. അപ്പൊ എന്നെ ടെസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ മുഴ അവിടെ ഇല്ല എന്നൊക്കെ. അപ്പോൾ ഇതിന്റെ ഈ ട്യൂമറിൻ്റെതായ അത്രയും അതിന്റെ ആ കാര്യങ്ങളൊക്കെ അവർ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എനിക്ക് പറഞ്ഞു തന്നായിരുന്നു, ഇങ്ങനെയൊക്കെയാണ് സംഭവം എന്നുള്ളത്. അങ്ങനെ അതിരിക്കുന്ന സമയത്ത് ഞാൻ ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ കിടക്കാം. അപ്പൊ പിറ്റേ ദിവസം രാവിലെ സർജറിക്ക് വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇതൊന്നും കാര്യമില്ല, നമുക്ക് ഇത് ഒന്നും പേടിക്കേണ്ട കാര്യം, ഇതൊക്കെ ഉള്ളി തൊലിക്കുന്ന ഒരു അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞ്, നമ്മുടെ പോട്ടെ, ഒരു ചെറിയൊരു നെഗത്തിനൊരു ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രയാസമാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഒരു അവയവം മുറിച്ചു കളയുമ്പോൾ നമുക്ക് അവർക്ക് ഉള്ളി തൊലിക്കലായിരിക്കും, പക്ഷെ നമുക്ക് അങ്ങനെയല്ല. അപ്പം ഞാൻ എന്റെ കണ്ണിൽ കൂടെ ഒക്കെ ഇങ്ങനെ, അപ്പൊ ആര് പറഞ്ഞു കരയൊന്നും വേണ്ട, ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യത്തോട്, ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്താലേ ജീവിതം, അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യം അങ്ങനെ റിമൂവ് ചെയ്തു എന്നെ പോസ്റ്റ് ഐസിയുവിലേക്ക് മാറ്റുമ്പോൾ ബോധമൊന്നുമില്ല. പക്ഷെ എന്റെ ഉള്ളില് ഇങ്ങനെ ഒരു പാട്ടിന്റെ അടി ഇങ്ങനെ വരുവാ. എൻ്റെ യേശു എനിക്ക് നല്ലവൻ, അവനിൽ നിന്നും മതിയായവൻ. അപ്പൊ എനിക്ക് ഈ പാട്ട് ഇങ്ങനെ എൻ്റെ ഉള്ളിൽ നിന്നാണ് ഇങ്ങനെ പാടുന്നത്. അപ്പൊ ഞാൻ ആ പാട്ടിനോട് ഇങ്ങനെ പ്രതികരിക്കുന്നുണ്ട്, കർത്താവേ, എൻ്റെ യേശു എനിക്ക് നല്ലവനാണെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ഞാനിങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പരിഹാസമായില്ലേ? എൻ്റെ യേശു എനിക്ക് നല്ലവനാണെന്ന് 2 പേരോട് ഞാൻ എങ്ങനെ പറയും പോയിട്ട് സാക്ഷ്യം? പക്ഷെ ആ സമയത്ത് സംഭവിച്ച ഒരു കാര്യം എന്താന്ന് ചോദിച്ചാ, നമുക്കറിയാം, ദൈവത്തിന്റെ വചനം ജീവനുള്ളതും ചൈതന്യമുള്ളതൊക്കെയാ. അത് ഈ നമ്മള് നമ്മളെ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോ ആ വചനം നമ്മുടെ ഹൃദയത്തിന്റെ പലകയില് എഴുതൂന്ന് ദൈവത്തിന്റെ വചനത്തിലുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ഈ ഒരു കാര്യത്തോട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് കിടക്കുന്ന സമയത്ത് എന്റെ ഹൃദയത്തിന്റെ പലകയിൽ ഇങ്ങനെ ലേസർ രശ്മി പോലെ, അതായത് എന്താ പറയാ, ഇങ്ങനെ എഴുതുക, ദൈവത്തെ സ്നേഹിച്ചു വെക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലവും നന്മയ്ക്കായി കൂടി. അപ്പോ ഞാനിങ്ങനെ ഈ വാക്ക് എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഇങ്ങനെ ലേസർ രശ്മി പോലെ ഇങ്ങനെ എഴുതാ. രണ്ടാമത് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെട്ടിരിപ്പിൻ. ഈ 2 വചനങ്ങൾ എന്റെ ഹൃദയത്തിന്റെ പലകയിൽ ഇങ്ങനെ എഴുതുക. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനിങ്ങനെ നോർമൽ, അതായത് എനിക്ക് എല്ലാം പോയി എനിക്ക് വാർഡിലേക്ക് എന്നെ മാറ്റുന്ന, ഐസിയുലേക്ക് മാറ്റുന്ന സമയത്ത് എനിക്കറിയത്തില്ല, അന്ന് വരെ എനിക്കുണ്ടായ മനസ്സിലെ ചിന്ത, ഭാവി എന്തായിത്തീരുന്നുള്ള ചിന്ത ഒന്നും എന്നെ ബാധിക്കുന്നില്ല. എനിക്ക് ഒരു ഹൃദയത്തിനകത്ത് ഒരു സന്തോഷം ഇങ്ങനെ ഫീൽ ചെയ്യുന്നു. അപ്പൊ എന്നെ ഐസിയുന്ന് അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് വാർഡിൽ പോണ്ട, എന്നെ അറിയാവുന്ന ആൾക്കാരുള്ള എന്നെ ഒന്ന് വീട്ടിലോട്ടൊന്ന് കൊണ്ടുപോവുക, ഏതായാലും മരിക്കും എന്നുള്ള കാര്യത്തെ കുറിച്ച് ബോധ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയാൽ മതി. വാർഡിൽ കിടന്ന, മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് വാർഡുകളൊന്നും കിട്ടത്തില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു അനുഭവം. അങ്ങനെ വീട്ടിലോട്ട് അവർ വീട്ടിൽ ഇങ്ങനെ അപ്പൊ എന്നെ കൊണ്ടുവരാനായിട്ട് മമ്മീനോട് അങ്ങനെ പറയാൻ ഒക്കത്തില്ല, മമ്മിക്ക് എന്നെ നോക്കാൻ കഴിയത്തില്ല. അപ്പോഴത്തേക്ക് മമ്മിയുടെ ഒരു കണ്ണ് റിമൂവ് ചെയ്തു.
റിമൂവ് ചെയ്തിട്ട് ഒരു കണ്ണില്ല ആ സമയത്ത്. അപ്പം പുള്ളിക്കാരി ഇത് അറിഞ്ഞപ്പോഴും ഭയങ്കര ഇപ്പം ആരൊക്കെ അപ്പം വിളിച്ച് പറയുന്നവരൊക്കെ ഫോൺ കോൾ വഴി പറയുന്നുണ്ട്. എന്റെ മമ്മിയുടെ പേര് ജോസ്ഫ എന്ന, ജോസാന്നാ വിളിക്കുക. ജോസാൻറ്റി ഇനി ഹെലന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട, നിത്യതയ്ക്ക് വേണ്ടി അവളെ ഏൽപ്പിച്ചു കൊടുക്കുക. അപ്പൊ അത് മൂന്നാമത്തെ ടൈമാണ് ആൾക്കാർ പറയുന്നത്, അവള് ഇനി കഷ്ടത അനുഭവിക്കേണ്ട ആന്റി, അവള് അപ്പച്ചൻ്റെ അടുത്ത് പൊക്കോട്ടെ, ആന്റി വിട്ടുകൊടുക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ഏതൊരമ്മയ്ക്കും ICUവിൽ കിടന്നാൽ എത്ര മരണകരമായ അനുഭവമാണെങ്കിലും ആ മാതാവിന്റെ ഹൃദയം എന്ന് പറയുന്നത് എന്റെ മോളെ എനിക്ക് തിരിച്ചു വേണം എന്നായിരിക്കും. അപ്പോ ഈ അമ്മ ഒന്നും പ്രതികരിക്കാനൊന്നും പോയില്ല. കരയാനല്ലാതെ എന്താ പറ്റുക, കരയാൻ കണ്ണുമില്ല. അങ്ങനെ എന്നെ വീട്ടിൽ കൊണ്ടുവന്ന് ഞാനിങ്ങനെ റൂമിനകത്ത് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, അറിയത്തില്ല, ദൈവമാണ് ജീവനും മരണവും ഒക്കെ തീരുമാനിക്കുന്നത്. അപ്പം എനിക്കൊരു ആശ ദൈവത്തോട് പറയാനുണ്ട്. ഞാൻ മരിച്ചു പോയാല് എന്റെ ബോഡി കൊണ്ടുവന്ന എന്റെ ബോഡിയുടെ മുന്നിൽ ഇരുന്ന് കരയാന് എന്റെ അമ്മയ്ക്ക് കണ്ണില്ല. അപ്പൊ ചോരയുടെ ഞാൻ കണ്ടിട്ടുണ്ട്, കരയുമ്പോ വെള്ളം കണ്ണില്ലാത്തോണ്ട് ചോരയുടെ വെള്ളമാ വരിക. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ മരിക്കുകയാണെങ്കിൽ ഏതായാലും മമ്മിക്കും വയ്യ എനിക്കും വയ്യ, അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി മരിക്കണം എന്നുള്ള ചിന്ത ദൈവത്തോട് ഞാൻ ഇങ്ങനെ പറയാം. പക്ഷെ അന്ന് തന്നൊരു പ്രത്യേക ഒരു വേർഡായിരുന്നു വിട്ടുപിരിഞ്ഞാൽ. അത് ഫിലിപ്പിയർ ഒരു വാക്യം ഞാനിങ്ങനെ വായിക്കുകയാണ്. ഫിലിപ്പിയർ 1:20, 20, 21, 22 വാക്യങ്ങൾ. അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട് ക്രിസ്തു എന്റെ ശരീരത്തിൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. അപ്പം അതിനകത്ത് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു വാക്യമുണ്ട്, വിട്ടുപിരിഞ്ഞാൽ. അതിന്റെ 23-ാമത്തെ വാക്യം, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരുപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ല. അപ്പൊ എന്നെ ആ വേട് ഇങ്ങനെ വിട്ടുപിരിഞ്ഞാൽ ഞാൻ ക്രിസ്തുവിന്. പക്ഷെ എനിക്ക് അപ്പോഴും ദൈവത്തിങ്കിൽ നിന്ന് ഒരു നല്ല പ്രത്യാശയുടെ അനുഭവം വന്നതെന്ന് വെച്ചാല്, ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവന് രോഗമാണെങ്കിലും അവന് എന്ത് പ്രതിസന്ധി ആണെങ്കിലും അവൻ മരിച്ചു പോയാലും അവനെ കുറിച്ച് ഞാൻ നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ളൊരു ബോധം വരേണ്ട ആവശ്യമില്ല. അവൻ ഇവിടെ വിട്ടാൽ, ഇവിടെ അവന്റെ കണ്ണടഞ്ഞാൽ അവിടെ ചെല്ലുമ്പോ അവന്റെ കണ്ണെന്ത് ചെയ്യും, തുറക്കും. അപ്പൊ വിട്ട് ഞാൻ ഇവിടുന്ന് ലോകത്തിൽ നിന്ന് പോയാലും ഞാൻ അവിടെ ആരെ കൂടെയാ, ക്രിസ്തു. വിട്ടു പിരിഞ്ഞാൽ ഞാൻ ക്രിസ്തുവിനോട് കൂടെ. അപ്പൊ ഈ ഭാഗം എന്നെ പരിശുദ്ധാത്മാവ് എന്നെ ഭയങ്കരമായിട്ട് എന്നെ എൻകറേജ് ചെയ്യാൻ തുടങ്ങി. ഞാൻ എന്റെ മരണം മാത്രം ചിന്തിച്ച് കിടക്കുക. അങ്ങനെയാണ് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ പല ലേഖനങ്ങള് എന്നെ ആരും പഠിപ്പിച്ചതല്ല എനിക്ക്. അപ്പൊ ഞാനൊരു തീരുമാനം എടുത്തെന്ന് വെച്ചാൽ, ഞാൻ 6 മാസം കൊണ്ട് മരിക്കുമെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ദൈവം ചെയ്ത് ഇനി ആരും ആ സമയത്ത് എന്നെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരരുത്. കാരണം നമുക്കറിയാം, ഞാൻ ഇപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, ഒരു രോഗിയാകുമ്പോൾ നമ്മൾ ഒരിക്കലും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നിങ്ങൾ അവരെ മുന്നിൽ പോയിട്ട് അയ്യോ ഇതിങ്ങനെ ആയല്ലോ, എന്തുകൊണ്ടാ അതിങ്ങനെ സംഭവിച്ചത്, പിന്നെ ഇവര് എന്താ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എന്തായി. അപ്പൊ നമ്മളെ ആൾക്കാർ തന്നെയാണെങ്കിലും രോഗിയുടെ അടുത്ത് വന്ന് ഇങ്ങനെയായി പോയി സിമ്പതി, മറ്റുള്ളവരെ മുമ്പിൽ നിന്ന് നമുക്കൊരു സിമ്പതി, അങ്ങനെ ഒരിക്കലും ഒരു രോഗീന്റെ അടുത്ത് പോയിട്ട് അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ആരും ദയവ് ചെയ്തിട്ട് എന്നെ കാണാൻ വരരുത്, ഞാൻ മരിച്ചുപോയി, നിന്റെ ഫ്യൂണറലിൽ വരുമ്പോ നിങ്ങൾ എന്താ വേണമെന്ന് വെച്ചാൽ പറഞ്ഞു. പക്ഷെ ദയവ് ചെയ്ത് ഈ സമയത്ത്, അപ്പോഴത്തേക്ക് എന്റെ ഫസ്റ്റ് കീമോ സ്റ്റാർട്ട് ചെയ്യാനായി. 8 കീമോ വേണം, 23 റേഡിയേഷനും വേണം. അപ്പൊ ഇതൊന്നും ശരിക്കും പറഞ്ഞെങ്കിലും ഇത് കംപ്ലീറ്റ് ചെയ്യുമെന്നൊന്നും അറിയത്തില്ല. അപ്പം ഒരുപാട് മുടിയൊക്കെ ഉള്ള ആളായിരുന്നു ഞാൻ. മുടിയെല്ലാം പോയി ഒരു വല്ലാത്ത സിറ്റുവേഷനിൽ എന്റെ രൂപമായി കിടക്കുന്ന സമയം, അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു സീറോ ബാലൻസിലാവുക. നമ്മളെ ബാങ്കൊക്കെ സീറോ ബാലൻസിലാവുന്ന പോലെ ഒന്നുമില്ല, മരണത്തെ മാത്രം കണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ,
എനിക്ക് ഭയങ്കര അപ്പളും ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആ വാക്യങ്ങള് ഹൃദയത്തിൽ എഴുതിയപ്പോ എനിക്ക് മനസ്സിലായി ദൈവം എന്നെ പിന്നെ ഈ ഒരു വാക്യം വിട്ടു പിരിഞ്ഞാൽ ഇന്ന് ഞാന് ഭൂമിന്ന് പോയാലും എനിക്ക് ഭയങ്കര പ്രത്യാശ, മരണഭയം എന്നുള്ളത് എൻ്റെ ഉള്ളീന്ന് മാറിപ്പോയൊരു സംഭവമാണ്. അപ്പം ഞാനിങ്ങനെ ദൈവത്തോട് ഇങ്ങനെ അപ്പൊ എൻ്റെ ആന്റി എന്നെ നോക്കാം, എന്നെ കാരണം മമ്മിക്ക് നോക്കാൻ പറ്റാത്തോണ്ട് ഈ പുള്ളിക്കാരി എന്നെ ഏറ്റെടുത്തു അവരുടെ വീട്ടിലോട്ട് എന്നെ കൊണ്ടുപോവുക ചെയ്തത്. അപ്പം ഞാൻ അവിടെ ഇരുന്നിട്ട് ഞാനിങ്ങനെ ദൈവത്തോട് പറഞ്ഞു, എന്നെ ഭയങ്കര ക്ഷമയോടെ എൻ്റെ ഈ മമ്മിയുടെ സിസ്റ്റർ എന്നെ നോക്കുവാനായിട്ട് ഇടയായിത്തീരും. ദൈവം എല്ലാ കാര്യങ്ങളും എനിക്ക് ഒരുക്കി തന്നത്, എന്നെ നോക്കാനും സാമ്പത്തികമായ കാര്യങ്ങളും എനിക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അതൊക്കെ ദൈവം മുന്നമേ ഒരുക്കി വെച്ചിട്ടാണ് എനിക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നതെന്ന് ഞാൻ പറയത്തുള്ളൂ. അപ്പം ഞാൻ ഒരു ദിവസം രാത്രിയില് അന്ന് ഫസ്റ്റ് കീമോ കഴിഞ്ഞ് ബെഡ് റിഡൺ ആയി, ഒരു ബെഡ് റിഡൺ ആയിട്ട് കിടക്കുക, ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അപ്പൊ ഞാന് എൻ്റെ ആ കിടക്കയിൽ കിടന്നുകൊണ്ട് അതിന്റെ മുന്നേ എനിക്ക് ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ഇങ്ങനെ വാക്യങ്ങളൊക്കെ തന്നുകൊണ്ട് എനിക്ക് പ്രത്യാശയായി. അപ്പൊ ദൈവത്തോട് ഞാനിങ്ങനെ ചോദിച്ചു, അന്നത്തെ ഇങ്ങനെ ഉണ്ടല്ലോ, യെഹെസ്കേല് അസ്ഥിയുടെ താഴ്വരയിൽ വന്ന് നിന്നിട്ട് ദൈവം ചോദിക്കുക, ഈ അസ്ഥി ജീവിക്കും. അപ്പം യെഹെസ്കേല് പറയുന്നുണ്ട്, എനിക്കറിയില്ല കർത്താവേ. അതേപോലെ ഞാനിങ്ങനെ ദൈവത്തോട് വെച്ച്, കർത്താവേ, ഒന്നും പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത ഞാന്, ഈ അസ്ഥിക്ക് സമമായ ഞാന്, എനിക്ക് പിന്നെ ഈ ഒരു കാര്യം എനിക്ക് ഞാൻ ജീവിക്കുവോ ഇല്ലയോ എന്ന് ദൈവത്തോട് ചോദിക്കുക. അപ്പൊ എനിക്കറിയത്തില്ല പാസ്റ്റർ, ഭയങ്കര സമാധാനമുണ്ട്. ഒരു അല്ലലില്ലാത്ത, ഞാൻ ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധി കൂടിയാണ് കടന്നു പോകുന്നതെന്ന് പോലെ അത്രയും ഒരു ലോകം തരാത്ത ഒരു സമാധാനത്തിലേക്കാ ദൈവം എന്നെ. അപ്പൊ ഈ ചോദ്യം ഞാൻ ചോദിച്ചപ്പോ കർത്താവ് ഇങ്ങനെ എന്നോട് ഇങ്ങനെ അപ്പൊ ഞാന് ഒരു മയക്കത്തിലേക്ക് പോകുന്നു, ഒരു ദർശനം, പിന്നെയും ദൈവികമായ ദർശനങ്ങളിലേക്ക് ദൈവം എന്നെ കൊണ്ടുവരും. അപ്പം കാണുന്നത് എന്താന്ന് വെച്ചാൽ, നമുക്ക് ഒരു വാക്യമുണ്ട്, ലൂക്കോസിലാണത്, എമോസിലേക്ക് പോകുന്ന ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ യേശു കർത്താവ് ചേർന്നു. അതേപോലെ ഇത് അന്ന് ഞാൻ പറഞ്ഞല്ലോ, എന്നെ സൗഖ്യമാക്കിയ ഒരു വ്യക്തി എൻ്റെ കൂടെ ഉണ്ട്. അപ്പം ആ വ്യക്തി തന്നെ എന്റെ കൂടെ, ഞാൻ കാണുന്നത് എനിക്ക് തല മൊട്ടയാണ്, ഗൗണ് പോലത്തെ ഉടുപ്പുണ്ട്. ഈ ഒരു സഞ്ചാരം, ഒരു പാട്ടുണ്ടായിരുന്നു, ആത്മാവാം വഴികാട്ടി എന്നെ അവൻ സദാ വഴി, അതൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും ജീവിതത്തോട് ടച്ച് ചെയ്ത പാട്ടുകളായിരുന്നു. ഇപ്പോഴും പാടാറുണ്ട് ആ പാട്ടൊക്കെ. അപ്പം ഞാനിങ്ങനെ നടന്നു പോകുമ്പോ ഈ അപ്പൊ ഞാനിങ്ങനെ കുറെ വർത്താനങ്ങൾ പറയും, എന്താണെന്നൊന്നും എനിക്ക് അങ്ങ് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. പക്ഷെ അപ്പോഴും ഒരു വീടിന്റെ മുന്നിൽ എന്നെ കൊണ്ട് ഇങ്ങനെ നിർത്തിയിട്ട്, ഞാൻ ഈ വീട്, നമുക്ക് അങ്ങനെ ഞാൻ അപ്പൊ ചിന്തിക്കുന്നത് എന്താ, എനിക്ക് ലോകത്തിൽ സ്വന്തമായിട്ട് വീടൊന്നുമില്ല. അപ്പൊ ദൈവം എന്നെ ഒരു വീട് കാണിച്ചു, അത്രയും ഞാൻ പക്ഷെ ഈ വീട് ഇങ്ങനെ, അത് നമുക്ക് അങ്ങനെയൊന്നും പറയാനൊന്നും പറ്റത്തില്ല. ഇത് എന്താന്ന് അപ്പൊ പക്ഷെ എന്റെ ഹൃദയത്തിൽ എനിക്ക് എന്നോട് സംസാരിക്കുന്നവൻ എന്നോട് പറയാ, യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിലും വിശ്വസിപ്പിൻ, ദൈവത്തിലും വിശ്വസിപ്പിൻ. അടുത്ത വാക്യം, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഞാനത് അത് നിങ്ങൾക്ക് ഒരുക്കാൻ വേണ്ടി പോവാ. അപ്പൊ ഞാനിങ്ങനെ ഈ ഭവനം നോക്കുമ്പോ അതിന്റെ താഴിട്ട് പൂട്ടിയിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ ചോദിക്കാം, ഈ ഭവനത്തിലോട്ട് ഞാൻ പ്രവേശിക്കട്ടെ? അപ്പോ ദൈവം ഞാൻ ചോദിച്ചതിന്റെ ആൻസർ എന്നോട് സംസാരിക്കാം, ഞാൻ മരിക്കയില്ല, നീ ജീവനോടിരുന്ന് ദൈവത്തിന്റെ പ്രവൃത്തി, ഇത് നിന്റെ വീട് തന്നെയാ, പക്ഷെ ഇപ്പൊ നീ തിരിച്ചു പോവാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ കണ്ണു തുറന്നപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇനി ആര് പറഞ്ഞാലും, മെഡിക്കലി പറഞ്ഞാലും ഞാൻ എന്ത് ചെയ്യത്തില്ല, ജീവനോടിരുന്ന് ദൈവം എന്നെ കുറിച്ച് ഉദ്ദേശിക്കുന്ന പ്രവൃത്തി കാണാതെ ഞാൻ ഈ ഭൂമി വിട്ടുപോകത്തില്ല. എന്റെ പാസ്റ്റർ, ഞാൻ പറയാ, അന്ന് മുതല് വാക്യങ്ങള്, ലേഖനങ്ങളിലെ വാക്യങ്ങൾ, അതിനകത്ത് എന്നെ ഏറ്റവും കൂടുതൽ എന്നെ ചിന്തിപ്പിച്ച ഒരു വചനമായിരുന്നു 2 കൊരിന്ത്യർ 4:16 വാക്യം. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. അപ്പോ നമ്മുടെ ഉള്ളിലൊക്കെ ഒരു ഇന്നർ മാൻ ഉണ്ട്, ഒരു അകത്തെ മനുഷ്യനുണ്ട്. ആ അകത്തെ മനുഷ്യനെ ആണ് ദൈവം ബലപ്പെടുത്തുമ്പോ നമുക്ക് ആൾക്കാർ എന്ത് അതിന്റെ മുന്നേ പറഞ്ഞല്ലോ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. അതിനകത്ത് സകലവും എന്ന് പറയുന്നത് കൊണ്ട് തിന്മയും വരാം,
നന്മയും വരാം. പക്ഷെ നമ്മളൊക്കെ പുറമെ നോക്കുമ്പോ ഒരു തിന്മ വരുമ്പോ നമ്മള് ജഡ്ജ്മെന്റ് ചെയ്യും. എന്താ അങ്ങനെ വരാൻ പാടില്ല, ഇങ്ങനെ വരാൻ പാടില്ല, ഇങ്ങനെയാണല്ലോ. നമുക്ക് തന്നെ കുറെ മുൻവിധികളുണ്ട്. പക്ഷെ കർത്താവ് പറഞ്ഞ സകലവും നന്മയ്ക്ക് എന്ന് പറഞ്ഞ ഒരു ഭക്തന് ഞാൻ മനസ്സിലാക്കിയ കാര്യം, ഒരു ഭക്തന് കഷ്ടതയുണ്ടെങ്കിൽ അവന് അത് സ്പിരിച്വലി അതൊരു പ്രമോഷനാ. ഞാനതാ അവനെ അത് ഒരിക്കലും തളർത്തത്തില്ല. ആ പ്രശ്നം അത് എത്ര മരണകരമായ കാര്യങ്ങളാണെങ്കിലും മാനസികമായ വിഷമങ്ങളാണെങ്കിലും അവനെ അത് എന്ത് ചെയ്യത്തില്ല, തളർത്തി ഒരു ഭാഗത്ത് മൂലക്ക് കൊണ്ടിടാനായിട്ട് അവനെ ദൈവം അത് ഈ വാക്യം അങ്ങനെയാണെങ്കിൽ മാറ്റി എഴുതണം. എന്ന് പറഞ്ഞാൽ അകമേയുള്ളവൻ എങ്കിലും അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറത്തുള്ള മനുഷ്യൻ ക്ഷയിച്ചാലും എൻ്റെ ഉള്ളില് ദൈവം ഒരു ഇന്നർ മാൻ, ഒരു അകത്തെ മനുഷ്യനുണ്ട്. അപ്പൊ അന്ന് മുതലാണ് ഈ വാക്യത്തിന്റെ ശരിയായ മീനിങ് എന്താന്നുള്ളത് എനിക്ക് മനസ്സിലായത്. അത് നമ്മള് പലപ്പോഴും ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കെങ്കിലും അതിനകത്ത് ഉള്ള പൊരുളുകളൊന്നും അങ്ങനെ ഗ്രഹിച്ച് വായിക്കുന്ന ആൾക്കാരല്ല. പക്ഷെ നമുക്ക് എന്തെങ്കിലും അപ്പൊ അതാ പറഞ്ഞത്, എല്ലാം നന്മയ്ക്കാ. അകമയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കും. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യകരം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി അങ്ങനെ എന്റെ ട്രീറ്റ്മെന്റ് ഞാൻ കോളേജിൽ ഇങ്ങനെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ കീമോ തെറാപ്പി ചെയ്യുന്ന വാർഡുകളില് ഞാൻ മാത്രമേ ഉള്ളൂ അത്ര ആരോഗ്യത്തോടെ കീമോ ചെയ്തിട്ട്. കാരണം എന്റെ ആന്റിക്ക് പ്രായമുള്ള ഒരാളാ. അപ്പൊ ഞാൻ തന്നെയാ. അപ്പൊ എപ്പോഴും ഇങ്ങനെ സ്റ്റെപ്പുകൾ കയറി ഇറങ്ങാനൊക്കെ ബുദ്ധിമുട്ടാ. അപ്പൊ ഞാൻ പറയും ഞാൻ തന്നെ പോയി മെഡിസിൻ വാങ്ങാന്ന് പറയും. അപ്പം മുടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ചുറ്റിയൊക്കെ കെട്ടി കീമോ ചെയ്യുന്നതിന്റെ മരുന്ന് വാങ്ങാൻ വേണ്ടി ഞാന് വരിക്ക് നിൽക്കും. കുറെ ആൾക്കാരുണ്ടോ, എന്റെ മരുന്ന് വാങ്ങി ഞാന് അവരൊക്കെ എഴുതി തന്ന് ഞാൻ വേഗം ചെന്ന് ബെഡിലിരിക്കും. അപ്പൊ ഈ നേഴ്സ് തന്നെ ആയിരിക്കും അപ്പുറത്തെ ഇവരെ സഹായത്തിന്. അപ്പൊ അവരെന്നോട് ചോദിക്കും, നിങ്ങളല്ലേ അവിടെ ലൈൻ നിൽക്കുന്നത്, അപ്പൊ രോഗി ഏതാന്ന് ചോദിക്കും. ഞാൻ പറയും ഞാൻ തന്നെയാണ്. ഞാൻ പറഞ്ഞു എന്നോട് പറയും ഇങ്ങനെയൊന്നും പോയി നിൽക്കരുത് സിസ്റ്ററെ എന്ന് പറയും. ഞാൻ പറഞ്ഞ് അപ്പൊ എനിക്ക് എന്താ പറയാ, എന്റെ മുഖത്ത് ദുഃഖമൊന്നുമില്ല, ഭയങ്കര ഒരു അപ്പൊ എന്നോട് ചോദിക്കും, നിങ്ങൾ ഈ ഇങ്ങനത്തെ ഒരു പ്രായത്തില് നിങ്ങൾക്ക് ഈ ക്യാൻസർ വന്നിട്ട് നിങ്ങളെ ഇങ്ങനെ ചിരിച്ചു വർത്താനം പറയുന്നു. എനിക്ക് ഇങ്ങോട്ട് സുവിശേഷം അവരോട് ഫില്ല് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ അവരെങ്ങോട്ട് ചോദിക്കും. അപ്പൊ ഞാൻ പറയും ഇങ്ങനെ ദൈവമാണ് എന്നെ സമാധാനം കൊണ്ട് നിറയ്ക്കുന്നത്. അങ്ങനെ രീതിയിൽ എനിക്ക് കീമോതെറാപ്പി വാർഡുകളില് ഒത്തിരി സഹോദരിമാരെ ഈ കണ്ടുമുട്ടാനായിട്ട് ദൈവം കൃപ ചെയ്തു. എനിക്ക് മനസ്സിലായി. കാരണം ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ അനുഭവിച്ച വേദന എന്റെ ഉള്ളിൽ നിന്നായതുകൊണ്ട് ഞാനത് മറ്റുള്ള ഒരു ക്യാൻസർ വന്ന ഒരു വ്യക്തിയോട് ഞാനത് പറയുമ്പോൾ, അതുകൊണ്ടാ പൗലോസ് പറഞ്ഞ യാതൊരു കഷ്ടത്തിലുള്ളവരെയും ഞാൻ അവരെ ആശ്വസിപ്പിക്കേണ്ടതിന് എന്റെ കഷ്ടത്തിലൊക്കെയും ദൈവം എന്നെ ആശ്വസിപ്പിക്കണം. ആ ആശ്വാസം അപ്പൊ ഞാൻ ഇതുപോലെ പ്രതിസന്ധി പോകുമ്പോൾ എനിക്ക് ആശ്വാസം ലഭിക്കുന്നത് ദൈവഭക്തിന്റെ വചനയും പ്രാർത്ഥനയും ദൈവം എന്നോട് സംസാരിക്കുന്ന വചനമായതുകൊണ്ട് ഇത് തന്നെയാണ് എന്നോട് സംസാരിക്കാൻ വരുന്ന ഇതേ പ്രതിസന്ധിയിലുള്ള ഒരാളോട് ഞാൻ പറയുന്നത്. കണ്ടോ? അപ്പൊ അത് ജീവനായിട്ട് തന്നെ തീരും. അപ്പൊ ഞാൻ ഇങ്ങനെ സുവിശേഷമൊക്കെ ഒരുപാട് ഇങ്ങനെ ഓടി നടന്ന് അവിടെയുള്ള ആൾക്കാരോട് പറയുമ്പോൾ ആൾക്കാർക്ക് എന്റെ അടുത്ത് വന്ന ഒരു സമാധാനം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനമാണ് നമ്മൾ പറയുന്നത് കൊണ്ട് ഒരു ജീവൻ ഉണ്ടാവെന്ന് പറഞ്ഞ സഹോദരിമാരൊക്കെ ഇങ്ങനെ എന്റെ ബെഡിന്റെ ചുറ്റുള്ള ആൾക്കാർ, അപ്പൊ അവരൊക്കെ എന്റെ നമ്പറും വാങ്ങും. അപ്പൊ ഇവരൊക്കെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുന്ന സഹോദരിമാരാ. അപ്പൊ ഇവര് പറയും ഇന്നലെ നാളെ നമ്മൾ മരിക്കും. ഞാൻ പറഞ്ഞു മരിച്ചാലും എനിക്ക് പ്രത്യാശയുണ്ട്. അപ്പം ഇപ്പൊ ഇവരൊക്കെ മരിച്ചുപോയി സത്യത്തിൽ എന്റെ കൂടെ അന്ന്. അപ്പൊ അവര് ഫോൺ നമ്പർ കയ്യിലുള്ളതുകൊണ്ട് ഇന്നാള് മരിച്ചു എന്ന് ഓരോരുത്തരും വിളിച്ചു പറയും. അപ്പൊ എന്നോടും പറയും നീ ഇതുവരെ പോയില്ലേ എന്ന് ചോദിച്ചു. വിളിക്കുമ്പോ ഞാൻ പറഞ്ഞില്ല, കർത്താവാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത്. അപ്പം ഇന്ന് എന്റെ കൂടെ ട്രീറ്റ്മെന്റ് ചെയ്തവരൊന്നും ഈ ലോകത്തില്ല, അവരെല്ലാം പോയി. അങ്ങനെ പക്ഷെ എനിക്ക് ഇതുപോലുള്ള ആൾക്കാരോട് കൂടുതൽ മിങ്കിൾ ചെയ്യാനും ഉള്ള സാഹചര്യങ്ങൾ ദൈവം ഒരുക്കി തന്നു. വീടുകളിൽ പോയിട്ട് ഇതുപോലെ ആൾക്കാരെ ശുശ്രൂഷിക്കാനും അവരെ ഒന്ന് എന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞ ഒരാളും തിരിഞ്ഞു നോക്കാൻ ആഗ്രഹിക്കാത്ത ചില ബെഡ്രിഡനായി കിടക്കുന്ന ആൾക്കാര്, പിന്നെ മനുഷ്യന്റെ കണ്ണിന് അയ്യേന്ന് തോന്നിക്കുന്ന ആൾക്കാര്, അതായത് അങ്ങനെയുള്ള ആൾക്കാരെ അടുക്കിലേക്ക്
ദൈവം എന്നെ അയക്കണേ. അങ്ങനെ ആ സമാധാനമാണ് അങ്ങനെ ഓരോ ശുശ്രൂഷകള് ആരും അറിയപ്പെടാത്ത രീതിയിൽ തന്നെ ദൈവം എന്നെ ചെയ്യിപ്പിക്കാനിടയായി. നമ്മള് ചെയ്യുന്നത് നമ്മളും ദൈവവും ആ വ്യക്തിയും മാത്രം. അങ്ങനെയുള്ള രീതിയിലേക്ക് കുറച്ച് കാലം ദൈവം എന്നെ കൊണ്ടുപോകാൻ അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങളായിട്ട് തന്നെ നിക്കാൻ ഓരോ വ്യക്തികളുടെ കാര്യത്തിലും ചിലര് മരിച്ചുപോയി. പക്ഷെ മരണകരമായ അനുഭവത്തിലൂടെ പോകുമ്പള് മരിക്കുന്നത് വരെയും അവരെ കൂടെ തന്നെ ഇരുന്ന് നമ്മള് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ഒരു ശുശ്രൂഷാ മണ്ഡലത്തിലേക്ക് ദൈവം എന്നെ കൊണ്ടുപോകാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ ഈ രോഗസൗഖ്യം അതായത് 6 മാസം കഴിഞ്ഞു. അപ്പോ ചില ആൾക്കാര് ഫോൺ കോള് വിളിക്കുമ്പോ ഇപ്പോഴും ജീവനോടുണ്ടോ? ഇങ്ങനെ ഉണ്ടോ? എന്നൊക്കെ ചോദിക്കുമ്പോ ഇല്ല മരിച്ചിട്ടില്ല, സമയായിട്ടില്ല, ഇപ്പോഴും ജീവനോടുണ്ടെന്ന് പറയും. അങ്ങനെ ഒരു 2 വർഷക്കാലം കീമോയും റേഡിയേഷനായിട്ട് ഒരു മുറിയില് സൂര്യൻ എന്താന്ന് കണ്ടിട്ടില്ല. പുറത്ത് പോകുമ്പോ ഇങ്ങനെ പോയി വരാന്നല്ലാതെ ആൾക്കാരായിട്ട് മിങ്കിളില്ലാതെ ഒരു റൂമിനകത്ത് തന്നെ ഞാനിങ്ങനെ ഇരിക്കാ. പക്ഷെ ആ 2 വർഷം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തില് വലിയ മുതൽക്കൂട്ടായിരുന്നു. കാരണം ഈ സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു എന്ന് പറഞ്ഞതുപോലെ ഇത് സമാധാനത്തിന് ഇത് അനേകർക്ക് ആശ്വാസകരമാകത്തക്ക വിധത്തില് ദൈവം എൻ്റെ അനുഭവങ്ങളെ മാറ്റിമറിച്ചു എന്നുള്ളതിൽ എനിക്ക് പറയാന് വലിയ സന്തോഷമുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാന് പിന്നെ തുടർമാനമായിട്ട് ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവ് അങ്ങനെയുള്ള ഈ ആൾക്കാരോട് കൂടെ പ്രവർത്തിക്കാനും എന്റെ ഉദ്ദേശം ഇങ്ങനെ ആണെങ്കിൽ പോലും എനിക്ക് ഇത്രയേ ഉള്ളൂ. കർത്താവ് ഒരു വേനയെ നമ്മളെ ദൈവത്തിന്റെ വചനത്താൽ കാരണം സൗഖ്യം എന്നതിനേക്കാൾ ഉപരി നിത്യത എന്ന് പറഞ്ഞാൽ നമുക്കൊരു നിത്യതയുണ്ട്. അത് നമുക്ക് നഷ്ടമായി പോകരുത് എന്നുള്ള കൺസെപ്റ്റാണ് അവരുടെ ഹൃദയത്തിൽ നമ്മൾ സൗഖ്യം കൊടുക്കുന്നതും ഒക്കെ കർത്താവിന്റെ ഡ്യൂട്ടി. നമ്മള് പറയേണ്ടത് നമ്മള് എപ്പോഴും മറ്റുള്ളവരോട് സുവിശേഷം പറയുമ്പോൾ നിങ്ങൾക്ക് രോഗസൗഖ്യം മാത്രം അങ്ങ് ഉറപ്പിച്ചതല്ല. പക്ഷെ ഒരു ദൈവമുണ്ട്. ആ ദൈവം നിത്യതയിലേക്ക് കൊണ്ടുപോകുന്ന നിത്യരാജ്യത്തിന്റെ അവകാശികളാക്കുന്ന അങ്ങനെ ഒരു വേയിലേക്ക് ആ രോഗികളായിരിക്കുന്ന ആൾക്കാരോട് സുവിശേഷം പറയാനായിട്ട് ദൈവം എന്നെ ഒരുക്കാൻ അങ്ങനെ 2 വർഷം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞിട്ട് ഞാൻ നല്ല സ്ട്രോങ് ആയി പുറത്തേക്ക് വരാനിടയായിത്തീർന്നു. അന്ന് മുതല് ദൈവം എന്നെ ഒരുപാട് രീതികളിൽ വ്യക്തികളുമായിട്ട് പേഴ്സണൽ എൻകൗണ്ടർ ആയിട്ട് ചിലപ്പം ഈ വ്യക്തികൾ കൂടിയായിരിക്കും അടുത്ത കോണ്ടാക്ട് കിട്ടുക. ഞാൻ അന്ന് ചെയ്ത ആ ഫോൺ കോളുകളിൽ ചിലപ്പോ ഇപ്പൊ നോക്കുകയാണെങ്കിൽ എല്ലാ ഭവനങ്ങളിലും ഒരു വ്യക്തിയെങ്കിലും ഉണ്ട് ഇങ്ങനെ അസുഖം ഉള്ള ഒരു വ്യക്തി. അപ്പൊ ഫോൺ കോളുകളിലൂടെ ഇങ്ങനെ ഒരു വ്യക്തിനെ കിട്ടും, അടുത്ത വ്യക്തിയിലേക്ക് പോകും, അങ്ങനെയായിരുന്നു എന്റെ ശുശ്രൂഷ. 2013 സമയത്ത് 2013 പിന്നെയും എന്റെ മാതാവ് അപ്പോഴും ജീവനോടെ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ മുടിയെല്ലാം വന്നു തുടങ്ങി. അപ്പൊ അമ്മയ്ക്ക് കണ്ണ് കാണാൻ മേലാത്തോണ്ട് എന്നെ ഇങ്ങനെ തപ്പിയൊക്കെ നോക്കും. അപ്പൊ പുള്ളിക്കാരിക്കും ഭയങ്കര സന്തോഷം, ഞങ്ങളും ഭയങ്കര സന്തോഷം. അങ്ങനെ പോയിരിക്കുന്ന സമയത്താണ് 2013 എനിക്ക് യൂട്രസ് സംബന്ധമായ ഒരു അസുഖം വന്നു. അസുഖം വന്നപ്പോ അത് എന്നെ നോക്കിയ ഡോക്ടർ ഞാൻ MVR ഉള്ള ഡോക്ടറാ നോക്കിയത്. അപ്പൊ പുള്ളി പറഞ്ഞു ഇത് ക്യാൻസർ ആവാനുള്ള സാധ്യതയുണ്ട്. ബ്രസ്റ്റിന് വന്നതുകൊണ്ട് യൂട്രസിന് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങള് 3 ഓപ്ഷൻസ് തന്നു. നിങ്ങളിത് റിമൂവ് ചെയ്യുക, ഇല്ലെങ്കിൽ ഇഞ്ചക്ഷൻ 2 രീതിയിലുള്ള വേറെ ഇഞ്ചക്ഷനുകൾ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ദൈവത്തോട് കർത്താവേ ഞാന് അപ്പൊ 2-3 പേരോട് ആരോടും അങ്ങനെ വലുതായിട്ടൊന്നും ഷെയർ ചെയ്തില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നപ്പോ ഒരാൾ എന്നോട് പറഞ്ഞു ഒരു കാര്യം ഇത് റിമൂവ് ചെയ്താ അതാ നല്ലത്, ദൈവത്തെ നമ്മള് പരീക്ഷിക്കണ്ട, റിമൂവ് ചെയ്താളെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ആ ആൻസറോട് ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കാൻ തുടങ്ങി. ശാന്തമായ രീതിയിൽ കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്നു പ്രാർത്ഥിച്ചു. എന്റെ കൂടെ എനിക്ക് പ്രാർത്ഥനാ സഹകാരികളായിട്ട് കുറച്ച് 2-3 പേര് എന്റെ കൂടെ ഉണ്ടായിരുന്നു. അവരോട് ഈ കാര്യം പറഞ്ഞു. ശാന്തമായ ദൈവസന്നിധിയിൽ ഇരുന്നു. അപ്പൊ എനിക്ക് ചെക്കപ്പിന് പോകേണ്ട ഡേറ്റ് ഉണ്ട്. അതിന്റെ മുന്നേ ഗൈനക്കോളജി പോയിട്ട് ഇത് റിമൂവ് ചെയ്തിട്ട് ഇതിന്റെ ബയോപ്സി റിസൾട്ടും കൊണ്ടാണ് എനിക്ക് അടുത്ത ഇവിടെ ഓങ്കോളജിയിൽ കാണിക്കേണ്ടത്. അപ്പൊ ഞാൻ അതിനു വേണ്ടിയിട്ട് ഇത് കൊണ്ടുവന്നപ്പോ എന്റെ കൂടെയുള്ള ആന്റി എന്നോട് പറഞ്ഞു, നീ ഇത് റിമൂവ് ചെയ്യണ്ട. പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ഇത് കൊണ്ടുപോയിട്ട് അങ്ങനെ അളമാറി വെച്ച് പൂട്ടി. ഞാൻ ചെയ്യത്തില്ല കർത്താവേ. കാരണം ഓരോ വർഷങ്ങള് മെഡിക്കലി പറയുന്ന പോലെ ഇന്ന് റെസ്റ്റ്, നാളെ യൂട്രസ്, അടുത്ത പ്രൊഫഷൻ പറയും വേറൊന്ന് എന്തെങ്കിലും പറയുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാന്
ഒരിക്കലും ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല. പിന്നെ ആ ഭാഗത്തോട് ഗൈനക്കോളജിയിലേക്കേ പോയില്ല. ഇരുന്ന് പ്രാർത്ഥിച്ചു. 3 ദിവസത്തിനുള്ളിൽ എന്റെ ശരീരത്തില് എനിക്ക് അതിന്റെ ഒരു സിംപ്റ്റം എന്ന് പറഞ്ഞാൽ അത് എനിക്ക് എന്തോ സൗഖ്യമുള്ള പോലത്തെ ഒരു സിംപ്റ്റം എനിക്ക് കാണാനിടയായി. അങ്ങനെ പക്ഷെ എനിക്ക് ചെക്കപ്പിന് പോകണം. ചെക്കപ്പിന് 1 മാസം കഴിഞ്ഞിട്ടാണ് ചെല്ലാൻ പറഞ്ഞത്. 1 മാസം കഴിഞ്ഞിട്ട് ഞാൻ ഈ കാര്യമേ വിട്ടു. എന്റെ ചെക്കപ്പിന്റെ ഡേറ്റ് ആയപ്പോ ഞാന് ഷാജീസ് എന്ന് പറഞ്ഞൊരു സ്കാൻ സെന്ററിലാണ് സ്കാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നത്. കോഴിക്കോടുള്ളതാ. മെഡിക്കൽ കോളേജിന് താഴെയുള്ള. അപ്പൊ അവിടെ പോയിട്ട് ഞാനിത് സ്കാൻ ചെയ്യാനായിട്ട് പോയ സമയത്ത് അവിടെ ഒത്തിരി പേരുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തനിയാണ് ഇതൊക്കെ ചെയ്യാനായിട്ട് പോകുന്നത്. പോയ സമയത്ത് എന്റെ സ്കാൻ കഴിഞ്ഞു. സ്കാൻ റിപ്പോർട്ടില് ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോ സാധാരണ എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഈ റിസൾട്ടുകൾ വരുമ്പോ ഗൂഗിളിൽ തപ്പുന്ന ഒരു കാര്യം. എന്താണ് നെക്സ്റ്റ് അറിയാനാ നോക്കുന്നത്. പക്ഷെ ഇത് വലിയ പ്രയാസത്തിലേക്ക് പോകുമെന്ന് എനിക്കറിയെങ്കിൽ ഞാൻ നോക്കും. പക്ഷെ എന്റെ ആ റിസൾട്ട് ഈ വന്ന സമയത്ത് എനിക്ക് എല്ലാം അതിനകത്ത് ഞാൻ നോക്കിയപ്പോ എല്ലാം നോർമൽ. സാധാരണ ഒരു വ്യക്തിയുടെ യൂട്രസ് എങ്ങനെയാണോ അതേപോലെ നോർമൽ. അപ്പം പെട്ടെന്ന് എന്നെ എന്റെ മമ്മീനെ നോക്കിയൊരു ഡോക്ടർ അവിടെ കോഴിക്കോടുണ്ട് മെഡിക്കൽ. അപ്പൊ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് എന്റെ പെട്ടെന്ന് ഈ റിസൾട്ട് ഒന്ന് നോക്കാൻ പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു പ്രീവിയസ് എടുക്കാൻ പറഞ്ഞു. 1 മാസം മുമ്പേ ഉള്ള. അപ്പൊ എന്നെ ഈ റിസൾട്ട് നോക്കുക അവർ ഈ റിസൾട്ട്. അപ്പൊ എന്നോട് ചോദിച്ചു എന്ത് മരുന്നാ കഴിച്ചേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മരുന്നൊന്നും കഴിച്ചില്ല. ഇതിങ്ങനെ വരാൻ ചാൻസ് ഇല്ല. ഇത് സ്കാൻ റിപ്പോർട്ടിന് തെറ്റി. മിഷന് തെറ്റിയതാ. ഇങ്ങനെ 1 മാസം കൊണ്ട് നിങ്ങൾ ഒരു മരുന്നും കഴിക്കാതെ ഇത്രയും നല്ല റിസൾട്ട് എങ്ങനെ കിട്ടി? ഇത് റിപ്പോർട്ട് തെറ്റിപ്പോയെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ ആ ഡോക്ടർ പറഞ്ഞ ആ ഒരു കാര്യത്തിലേക്ക് പോയിട്ട് ഞാൻ സ്കാൻ സെന്ററിലോട്ട് തിരിച്ചു പോയിട്ട് ഞാൻ ഇവരോട് ഇങ്ങനെ പറഞ്ഞു. എനിക്ക് ഇന്നതാ രോഗം ഇങ്ങനെയൊക്കെയാ. ഞാൻ അവരോട് പറഞ്ഞു ഈ സ്കാൻ ചെയ്ത ഡോക്ടർ എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് എന്നോട് ഒന്നും അവര് മിണ്ടുന്നില്ല. അവരെന്നോട് ചോദിച്ചു ഞാന് ഇല്ലാത്ത രോഗങ്ങള് നിങ്ങളുടെ സ്കാൻ റിപ്പോർട്ടിൽ എഴുതണോന്ന് ചോദിച്ചു. പെട്ടെന്ന് എനിക്ക് ഒരു അടി കിട്ടിയ പോലെയായിപ്പോയി. ദൈവം ചെയ്ത നന്മയാ. കർത്താവ് ചെയ്ത നന്മ. എനിക്ക് ഒരു കുഴപ്പവും ഇല്ലെന്ന് അവര് എഴുതി തന്നു. അപ്പം ഈ ഓങ്കോളജി പോയപ്പോൾ അതിലും രസമായിരുന്നു. ഞാൻ ഈ റിപ്പോർട്ട് കൊടുത്തപ്പം ഈ ഡോക്ടർ ആദ്യം വിചാരിച്ചു എന്നോട് റിസപ്റ്റ് ബയോപ്സി അല്ലേ കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഇത് നോക്കിയപ്പോ റിമൂവ് ചെയ്തില്ലേന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. അതെന്താ ചെയ്യാന്ന് ഞാൻ ഇപ്പൊ ഇതെന്താ കുഴപ്പമൊന്നും ഇല്ലല്ലോ ഇതില്. അപ്പൊ ഇതെന്താ അപ്പൊ ഞാൻ പറഞ്ഞു കർത്താവേ ദൈവമാണ് ഇതിന്റെ. അപ്പൊ നമ്മൾ എങ്ങനെ പറഞ്ഞാലും അവര് ഈ ദൈവത്തിന്റെ കാര്യം പറയുമ്പോ അവർക്കൊരു അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. പക്ഷെ എന്നാലും ആ ഡോക്ടറിനും അറിയാം ഞാൻ ഇങ്ങനെയൊക്കെ പോകുന്നത്. അപ്പൊ പുള്ളീനെ എപ്പോഴും ചെക്കപ്പിന് ചെയ്യുമ്പോ എന്നോട് പറയും പള്ളിയിൽ എന്താ വിഷയം, പള്ളിക്കാരി എന്താ സുഖമായിട്ടിരിക്കുന്നല്ലോ, ഇതൊക്കെയാ മൊത്തത്തിൽ എന്നോട് ചോദിക്കുക. എന്നാലും അന്ന് അവരെനിക്ക് ലൈഫ് ലോങ് മെഡിസിൻ എഴുതിയത്. ലൈഫ് ലോങ് മരിക്കുന്നത് വരെ മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പം 5 വർഷം കഴിഞ്ഞു, 10 വർഷം കഴിഞ്ഞു. അങ്ങനെ വർഷങ്ങളായിട്ട് ഞാനിങ്ങനെ. അപ്പൊ ഞാൻ ഡോക്ടറോട് ചോദിക്കും ഇത് നിർത്താനായില്ലേ എന്ന് ചോദിക്കും. പറയും കഴിക്കണം, ലൈഫ് ലോങ് കഴിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ സംഭവം കഴിഞ്ഞു. അത് കഴിഞ്ഞ് നല്ല രീതിയിൽ ഞാൻ വർക്ക് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ സ്ഥിരമായിട്ട് പെയിൻ ആൻഡ് പാലിയേറ്റീവിൽ ഞാൻ ഒരു സ്ഥിരം സന്ദർശകയായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം വാഹനത്തില് എന്റെ കൈക്കൊക്കെ നല്ല ബലഹീനത എന്ന് പറഞ്ഞാൽ ഈ കൈക്കും അങ്ങനെ ചെയ്യാം. ഒത്തിരി സർജറികൾ ഇങ്ങനെ ഇതിനോടുള്ള ബന്ധത്തിൽ ഒരു 4 സർജറി. ഇതിപ്പം 6 ഇതിനോടുള്ള ബന്ധത്തിൽ ചെയ്തു. ഇതിപ്പോ 7ാമത്തെ സർജറി. അങ്ങനെ അപ്പൊ ശാരീരികമായിട്ട് ഒത്തിരി ചിലപ്പോ തോന്നും ഭക്ഷണത്താട്ടേക്കാട് കൂടുതൽ കഴിച്ചത് മരുന്നാണോ, അത്രയധികം കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ 2013 അത് കഴിഞ്ഞു. 14 ആയ സമയത്ത് ഇതുപോലെ അന്നും കുഴപ്പമൊന്നുമില്ല. ഞാനിങ്ങനെ യാത്ര ചെയ്യും ഒരുപാട് പേര്. അപ്പൊ ഒരു ദിവസം ഞാന് ബസ്സില് പോകുന്ന സമയത്ത് എന്റെ ആന്റിയും കൂടെയുണ്ട്. ഞങ്ങള് കേറിയ ബസ് ഒരു ട്രാൻസ്ഫോമറിന്റെ അടുത്തെത്തിയപ്പോ തല കീഴായിട്ട് മറിഞ്ഞു പോയിട്ട് ഞാൻ എണീറ്റു. അപ്പൊ എനിക്ക് ഫുള്ള് ശരീരം ബാൻഡേജ് ഇട്ടിട്ടുണ്ട്. ബാൻഡേജ് ഇട്ടിട്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. അപ്പം ആ ശരീരം ഞാന് ഈ ബസ് മറിഞ്ഞപ്പം ബസ്സിന്റെ ഏറ്റവും കീഴിലായിപ്പോ കൂടെ ഉണ്ടായിരുന്ന ഒരു കൊച്ചിന്റെ മരണം ഞാൻ മുഖാമുഖമായിട്ട് ഇങ്ങനെ കാണുക. കാരണം
എന്തോ ഒരു കമ്പി വന്ന് അതിന്റെ തലക്ക് അടിച്ചിട്ട് അത് അപ്പൊ തന്നെ മരിച്ചു. അപ്പൊ ഞാൻ ഈ കൊച്ച് നേഴ്സാണ്. ഞാനിങ്ങനെ ദൈവത്തോട് കർത്താവേ എന്നെ കുറിച്ച് എന്താ ഉദ്ദേശം? എനിക്ക് ജീവനൊന്നും വേണ്ട. ഈ കൊച്ച് നേഴ്സാ. എന്റെ കല്യാണം ഉറപ്പിച്ച വ്യക്തിയാ. അപ്പൊ ആ കുട്ടിക്ക് എന്റെ ജീവൻ കൊടുത്തിട്ട് ഞാൻ വരാം കർത്താവേ. പക്ഷെ കൊടുങ്കാറ്റ് പോലെ ഒരു അലയടി, നിന്റെ വിചാരമല്ല എന്റെ വിചാരങ്ങൾ, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അതിലും വലുതാ എനിക്ക് നിന്നോടുള്ളത്. ഇത് കേട്ടപ്പോ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞാന് നമ്മള് പലപ്പോഴും എന്തെങ്കിലുമൊക്കെ ആ സാഹചര്യങ്ങളിലേക്ക് നോക്കി നമ്മൾ തന്നെ ജഡ്ജ് ചെയ്യാറുണ്ട്, അല്ലേ? ഇത് എനിക്ക് മാത്രല്ല, ഞാൻ പല ആൾക്കാരുടെ അനുഭവങ്ങളും കേൾക്കുമ്പോ നമ്മൾ ഓരോന്ന് പറയുമ്പോ നമ്മൾ വലിയ വിശ്വാസം പറയെങ്കിലും ജീവിതത്തിൽ വരുമ്പോ നമ്മളൊന്ന് പതറാറുണ്ട്, അല്ലേ? പതറാറുണ്ട്. പക്ഷേ ആ ഈ വാക്യം കേട്ടപ്പോ എന്റെ വിചാരമല്ല നിന്റെ വിചാരം. അങ്ങനെ രണ്ടാമതും എന്റെ കൈ ഇതുപോലെ, കൈയെല്ലാം പാടാ, ഇവിടെ ഫുള്ള് പാടാ. ആ ആ കൈ ഒടിഞ്ഞു, ഈ കാലിന്റെ ഇത് ഒടിഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റലായി. അപ്പം എല്ലാവരും പറയാൻ തുടങ്ങി, എന്താ കർത്താവേ ഇതിങ്ങനെ അടിക്കടി ഇങ്ങനെ വരുന്നത് എന്താ? ഇങ്ങനെയൊക്കെ ചെയ്യോ? ഒരാൾക്ക് എങ്ങനെ ഇത് സഹിക്കാൻ പറ്റും? പക്ഷെ അപ്പോഴും എന്റെ ഹൃദയത്തിന്റെ പലകയിൽ എഴുതിയ വചനം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണ്ണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലവും നന്മയ്ക്ക്. അപ്പം ഇതെല്ലാം വിശ്വാസത്തിന്റെ ഒരു ചവിട്ടുപടി എന്ന പോലെ എന്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കാൻ പറ്റി. അങ്ങനെ 3 മാസം, 4, 5, 6 മാസത്തോളം ഞാൻ കൈ സ്ലിങ്ങിലായി. എന്നാലും എനിക്ക് പരാതിയില്ല. അത് പരാതി ഇല്ലാത്തതിന്റെ കാര്യം, ദൈവത്തിന് വേണ്ടി, ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി കർത്താവ് എന്നെ ഉപയോഗിക്കുമ്പോ പ്രതിസന്ധി വരും. അത് ഉറച്ച കാര്യമാ. പക്ഷെ അതിനെ ഞാൻ എങ്ങനെ, അതൊക്കെ എന്റെ ഒരു ടെസ്റ്റിംഗ് ആയിരുന്നു. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം എന്നാ പറയുന്നത്. അപ്പം നമ്മൾ കൊള്ളുവോ അല്ലെ കൊള്ളത്തില്ലയോ എന്ന് ദൈവം നമ്മളെ ഞാൻ ഒരിക്കൽ പോലും ഒരു വ്യക്തിയുടെ ജീവിതത്തിലും ഇങ്ങനെ അനുഭവങ്ങൾ വരുമ്പോൾ, നമുക്ക് അനുഭവം ഉള്ളത് ഞാൻ ഒരിക്കലും ഒരു വ്യക്തിനെ പോലും ജഡ്ജ് ചെയ്യാറില്ല. അത് അങ്ങനെ ആയതുകൊണ്ടാണ് അതങ്ങനെ സംഭവിച്ചത്. പക്ഷെ ദൈവത്തിന് അതിന്റെ മുന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. അതുകൊണ്ടാണ് അതങ്ങനെ അത് നമുക്ക് മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങൾ ദൈവത്തിന്റെ മുമ്പിൽ ഒരുപാടുണ്ട്. അത് നമുക്കറിയത്തില്ല. പക്ഷെ ഒരിക്കൽ പോലും എന്റെ അനുഭവം വെച്ച് ഞാൻ പറയാം, ഒരു വ്യക്തിനെ പോലും കർത്താവേ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നാൽ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ നമ്മുടെ വായ കൊണ്ട് അവരെ നമ്മൾ എന്ത് ചെയ്യരുത്, ഒന്നും പറയരുത്. എന്ന് പറഞ്ഞാൽ ജഡ്ജ് ചെയ്യരുത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ അത് ദോഷമായിട്ട് തീരും. അപ്പൊ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലേക്ക് ഞാൻ വരാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പൊ ഇതിന്റെ മുന്നേ വേറൊരു കാര്യം പറയാനായിട്ട് ഞാൻ വിട്ടുപോയി. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ ക്യാൻസർ വരുന്നതിന്റെ മുന്നേ എനിക്ക് ആർട്ടിഫിഷ്യൽ അണ്ണാക്ക് വെച്ചെന്ന് പറഞ്ഞല്ലോ. അപ്പം ഇത് 4 വർഷം ഞാൻ ആർട്ടിഫിഷ്യൽ അണ്ണാക്ക് വെച്ച് നിന്ന സമയത്താണ് ഞാൻ ഒരു ഡോക്ടറെ, നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു സാറാമ്മ ഡോക്ടർ ഉണ്ട്, പ്ലാസ്റ്റിക് സർജറി ന്റെ ഹെഡിലുള്ള ഒരു ഡോക്ടർ. അപ്പൊ ഞാൻ തിരുവല്ലായില് നിന്ന സമയത്ത് ആ ജോൺ വർഗീസ് എന്ന് പറഞ്ഞ പാസ്റ്ററുടെ കെയർ ഓഫിലാണ് ഞാൻ ഈ ഡോക്ടർ സാറാമ്മനെ പരിചയപ്പെടുന്നത്. അപ്പൊ എന്റെ ഈ അനുഭവം ഒക്കെ പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, മെഡിക്കൽ കോളേജിൽ ഒന്ന് വാ, ഞാനതൊന്ന് നോക്കട്ടെ. ഒരു ചൊവ്വാഴ്ച ഞാൻ OP പോയിട്ട് കാണിച്ചിട്ട് OP പറയാണ്, അദ്ദേഹം, ആ പുള്ളിക്കാരി എന്നോട് പറയാ, വ്യാഴാഴ്ച സർജറിക്ക് വേണ്ടി വരണമെന്ന്. അങ്ങനെ ആ പുള്ളിക്കാരി ഒരു വിശ്വാസി ഡോക്ടർ, പെന്തക്കോസുകാരിയാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, ഇത് നമുക്ക് ഹോള് ഞാൻ അടയ്ക്കാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഓപ്പറേഷന് വിധേയമായി ഞാൻ മെഡിക്കൽ കോളേജിൽ പിന്നെയും കിടക്കുകയാണ്. കിടക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, ഇത് സക്സസ് ആവും, കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്റെ സർജറി ഓൾറെഡി എന്റെ ആ പാലറ്റ് പിന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ട് വെച്ച് തന്നത് അവർ മാറ്റിയിട്ട് പെട്ടെന്ന് എന്നെ പോസ്റ്റേഴ്സിൽ കിടക്കുന്ന സമയത്ത് ഈ ഡോക്ടർ എന്നോട് വന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. അപ്പൊ എന്നോട് ചോദിച്ചു, എന്താ ഡോക്ടർ? എന്നോട് പറഞ്ഞു, എനിക്ക് ഇന്നലെ ഒരു പ്രത്യേക അനുഭവം ഉണ്ടായി. ഞാൻ ഈ സർജറി ചെയ്യുന്ന സമയത്ത് അവർക്കൊക്കെ ഈ തലേന്ന് തന്നെ അവർ എന്തൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ പക്ഷെ ഞാൻ ചിന്തിച്ച മാതിരിയല്ല മോളുടെ സർജറി ചെയ്തത്. ഞാനൊരു ടൂൾസ് എടുക്കുമ്പോ വരെ ദൈവം എന്നെ ഗൈഡ് ചെയ്തെന്ന് എന്നോട് പറയാനിടയായി. കാരണം അതുപോലെയാണ് ഞാന് ഈ സർജറി ചെയ്തത്. അപ്പൊ ഒക്കെ എനിക്ക് ഭയങ്കര, ആ ഡോക്ടറുടെ വായിൽ തന്നെ അത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം നമ്മുടെ ഒരു നിലവുകളെ, നമ്മുടെ ഏതൊക്കെ ചലനങ്ങളെ
ഒരു വ്യക്തി നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ അവരുടെ മനോഭാവത്തെ എല്ലാം ദൈവം കാണും. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ സകലത്തെയും ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ളത് അത് സത്യമുള്ള കാര്യം. എന്നെ കേൾക്കുന്ന ഈ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടെങ്കിൽ, പ്രയാസങ്ങളുണ്ടെങ്കിൽ, നമുക്ക് തീരാത്ത നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് പറഞ്ഞിട്ടും തീരാത്ത വിഷമങ്ങളാണെങ്കിലും കർത്താവിന്റെ സന്നിധിയിൽ പോയി ഒരു തുള്ളി കണ്ണുനീര് വീണാൽ, ഹൃദയം നുറുങ്ങിയാൽ കർത്താവ് അതിന് മറുപടി അയച്ചിരിക്കുന്നുള്ളതാ. അങ്ങനെ അത് വളരെ സക്സസ് ആയിട്ട് തന്നെ അവര് ചെയ്ത്. അപ്പൊ ഇതൊക്കെ ചെയ്തിട്ട് എന്റെ ഹോൾ അടച്ച് പിന്നെ ഒരു ചെറിയ ഹോൾ. ആ ഹോളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെള്ളം മാത്രമേ വരത്തുള്ളൂ, വേറെ ഒന്നും അങ്ങനെ, പിന്നെ ചെറിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഒക്കെ പോകും, എന്നാലും പൂർണ്ണമായിട്ട് ഒരു അടവായിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ദൈവം ഒരു മനുഷ്യനെ ഈ കുഞ്ഞുങ്ങൾ ജനിക്കുന്ന സമയത്ത് ഞാൻ പറയുന്ന, ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ദൈവം നമുക്ക് തന്നു കഴിഞ്ഞാല് ദൈവത്തിന് നമ്മൾ എത്രമാത്രം നന്ദി പറയണം. കാരണം മനുഷ്യന് അതുപോലെ നല്ല രീതിയിൽ ദൈവം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ, എനിക്കറിയാം എന്റെ ജീവിതത്തിൽ ഒരു പൂർണ്ണതയില്ലാത്തൊരു ജന്മമായതുകൊണ്ട് എന്റെ ഈ പ്രായം വരെ ഞാൻ ഓരോ ഭവിഷ്യത്തുകൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ആ ഭവിഷ്യത്തുകളെല്ലാം ദൈവത്തോടു കൂടെ ആയതുകൊണ്ട് എനിക്ക് അതിനെ വലിയതായിട്ട്, അത് വലിയ മഹാകാര്യമായിട്ട് തോന്നില്ല. കാരണം ജനനം മുതൽ ഇന്നേ വരെ എന്നെ നടത്തുന്ന ഒരു ദൈവമാണ് ഇതിന്റെ എല്ലാം. അത് 139 13 14 15 വാക്യങ്ങൾ, യഹോവേ നീയല്ലോ എന്നെ എന്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ പിണ്ടാകാരമായിരുന്നു. അപ്പൊ എന്ന് പറഞ്ഞാൽ അപ്പം മുതൽ ദൈവത്തിന്റെ കരത്തിൽ നമ്മളുണ്ട്. ലോകസ്ഥാപനം മുമ്പേ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കും. അങ്ങനെ ഇരിക്കുന്ന അനുഭവത്തിലൂടെയൊക്കെ കടന്നു പോകാനായിട്ട് ഇടയെത്തിയിരുന്നു. അങ്ങനെ ഈ ആക്സിഡന്റ് കഴിഞ്ഞ് പിന്നെയും ദൈവം എന്നെ ഒത്തിരി നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കുവാനായിട്ട്, കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ അനേക ഇടങ്ങളിൽ പോയിട്ട് കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ദൈവം എനിക്ക് അവസരങ്ങൾ തന്നു. എന്ന് പറഞ്ഞാൽ ഇപ്പൊ 13 വർഷത്തോളമായി ഞാൻ, അതായത് എന്റെ കുഞ്ഞുനാള് മുതൽ, എനിക്ക് ഒരു 18 വയസ്സിലാണ് ഞാൻ ആ മരണകരമായ അവസ്ഥയിൽ നിന്ന് വിടുതൽ എനിക്ക് തന്നത്. ആ പ്രായം മുതൽ ഇന്ന് എനിക്ക് 41 വയസ്സായി. ഇത്രയും കാലം കർത്താവിന്റെ വേലയിൽ നിൽക്കുവാനായിട്ട് ദൈവം ഒരു ഭാഗ്യം എനിക്ക് തന്നു. അത് വലിയൊരു കാരണം എത്രയോ പ്രാവശ്യം വീണു പോകായിരുന്നു, എത്രയോ പ്രാവശ്യം മരണകരമായ അനുഭവങ്ങൾ വന്നതാ. പക്ഷേ ദൈവം നമ്മളെ മുൻപേ കണ്ടതുകൊണ്ട് ഇപ്പൊ 13 വർഷം കഴിഞ്ഞു ഈ ഈ ഈ ഈ ക്യാൻസറിന്റെ അനുഭവത്തിലൂടെ പോയിട്ട് ഞാൻ റിക്കവർ ആയി വന്നിട്ട്. അപ്പൊ കഴിഞ്ഞ ഒക്ടോബർ മാസത്തില് എനിക്ക് ലാസ്റ്റ് ചെക്കപ്പ് ആയിരുന്നു. ചെക്കപ്പിന്റെ സമയത്ത് അപ്പൊ ഞാൻ കണ്ടിന്യൂസ് മരുന്ന് കഴിക്കുന്ന ഒരു വ്യക്തിയാ. അപ്പം അങ്ങനെ ഡയബറ്റിക്കിന്റെ ഒരു ഇതും കൂടി വന്നു. അപ്പൊ ഇങ്ങനെ മരുന്ന് കഴിച്ച് എന്റെ ശരീരത്തിൽ എനിക്ക് അത്ര ഒരു സുഖം തോന്നുന്നില്ല. അപ്പൊ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എനിക്ക് വയ്യ ഇനി മെഡിസിൻ കഴിക്കാൻ, ഞാൻ അങ്ങ് നിർത്തുവാണെന്ന് അങ്ങനെ ഈ എന്റെ ചെക്കപ്പിന്റെ 2 മാസം മുമ്പേ തന്നെ ഞാൻ ചർച്ചിൽ ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞു, ഞാൻ മരുന്ന് നിർത്തുവാ, ഒക്ടോബർ മാസത്തിൽ എനിക്ക് ഇതുപോലെ ചെക്കപ്പ് ഉണ്ട്. അപ്പൊ സഭ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനി ഞാൻ ഇങ്ങനെയാ പറഞ്ഞത്, ദാനിയേൽ പറഞ്ഞ പോലെ, വിടുവിച്ചാലും ഇല്ലെങ്കിലും ഞാന് മരുന്ന് നിർത്തും. എന്റെ ഡിക്ലറേഷൻ ആയിരുന്നു, എന്റെ ആ വായു കൊണ്ടുള്ള ഡിക്ലറേഷൻ ആയിരുന്നു, ഞാനത് നിർത്തുവാണ്. അങ്ങനെ എനിക്ക് അറിയത്തില്ല, ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ചിന്തിക്കുന്ന ആൾക്കാർ പറയും നമ്മൾ അങ്ങനെ സ്വയം ഇഷ്ടത്തിൽ ഒരുപാട് അഭിപ്രായങ്ങൾ നമുക്ക് കേൾക്കാനുണ്ട്. പക്ഷെ ഞാൻ അത് കഴിഞ്ഞ് ഞാൻ മരുന്ന് അങ്ങനെ ഇവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ കഴിച്ചില്ല. 2 മാസം കഴിഞ്ഞ് എനിക്ക് അപ്പൊ സ്കാനിങ്ങുകളുണ്ട് ചെക്കപ്പിന്റെ സമയത്ത്. അപ്പൊ എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ എന്തായി തീരും എന്നുള്ളതിനെ കുറിച്ച് ഒരു ദിവസം പോലും മുടക്കരുതെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സ്കാൻ സെന്ററിൽ കയറി 2-3 ആൾക്കാർ എന്നെ ഇങ്ങനെ ചെക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ചെക്കപ്പ് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ദൈവമേ എന്തായിരിക്കും, ഇവരിങ്ങനെ പല ഡോക്ടർമാരെ കൊണ്ടുവരുന്നു, ഓരോരുത്തരപ്പൊ പ്രീവിയസ് ചോദിക്കുന്നു, എന്തൊക്കെ ചെയ്തിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ട സ്കാനിങ് 3/4 മണിക്കൂർ എടുത്തിട്ട് ഇവർ നിർത്തുന്നില്ല. അങ്ങനെ
സംശയം കൊണ്ട് ഇവര് പല ആൾക്കാരെയും വിളിച്ചിട്ട് ഇത് ചോദിക്കും, ഇതെന്താ ഇങ്ങനെ. അപ്പൊ ഞാനും ഇങ്ങനെ നോക്കുക, എന്താ കർത്താവ് ഇതെന്താ ഇവര്, ഇനി എന്തെങ്കിലും പ്രോബ്ലം ആണോ, ഇനി എന്തെങ്കിലും ഡിസിഷൻസ് ഇവര് എന്നോട് പറയോ. അങ്ങനെ എന്നോട് പറഞ്ഞ് മതി നിർത്തിക്കോ പൊക്കോളാൻ പറഞ്ഞു. റിസൾട്ട് വന്നു. പിറ്റേ ദിവസം ഓങ്കോളജിയില് വലിയ ഡോക്ടറെ കൊണ്ട് കാണിക്കുന്ന സമയത്ത് എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ഒരു കുഴപ്പമില്ല, നീ മെഡിസിൻ നിർത്തിക്കോ, ഇനി കഴിക്കണ്ടാന്ന്. എന്റെ ദൈവമേ, എനിക്ക് അറിയത്തില്ല. കാരണം നമ്മുടെ ഉറച്ച തീരുമാനമാണ്. എന്നോട് ലൈഫ് ലോങ് മെഡിസിൻ പറഞ്ഞ ഡോക്ടർ എന്നോട് പറയാ, 13 വർഷം കഴിഞ്ഞപ്പോ പറയാ, ഇനി മരുന്ന് വേണ്ട, നിർത്തിക്കോ. ഇന്ന് ഞാൻ ഫ്രീ ആയി. ഇനി എനിക്ക് കുറച്ചു കാലം കൂടി ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി ഓടുവാൻ, ഫ്രീ ആയിട്ട് ഓടുവാൻ. കാരണം അല്ലെങ്കിൽ ഇതെല്ലാം താങ്ങി പിടിച്ചിട്ട് വേണം ഓരോ സ്ഥലങ്ങളിൽ പോകാനായിട്ട്. പക്ഷെ ഇന്ന് എനിക്കറിയാം, ഈ 14 വർഷം എനിക്ക് ദൈവം തന്നത് എക്സ്റ്റെൻഡ് ചെയ്ത ജീവിതമാണ്. ഇത് കർത്താവിന്റെ നാമത്തിന് ഒത്തിരി ബലഹീനതകളൊക്കെ നമുക്ക് വരാം. ഇതിന്റെ പുറകിൽ കുറേ കാര്യങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരാം. ഞാൻ പറഞ്ഞല്ലോ, തിക്താനുഭവങ്ങൾ കൂടെ കടന്നുപോയിട്ട് ദൈവം എനിക്ക് ചെയ്തത് സകലതും നന്മയ്ക്കാണെന്ന് ഈ വേദപുസ്തകത്തിന്റെയും അതായത് ഞാൻ ഇത് എടുത്തിട്ട് വേറൊരു സെക്കുലർ ലെവലിൽ ഞാൻ വേറൊരു രീതി, എനിക്ക് ആഗ്രഹമില്ല അങ്ങനെ. പക്ഷെ ഇത്രയും നാളുകൊണ്ട് ജീവിച്ചിട്ട് ഈ പുസ്തകം, അതായത് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഒരു ഭക്തന് ദൈവം കഷ്ടത വരുമ്പോൾ അത് സ്പിരിച്വൽ പ്രൊമോഷൻ ആയിരിക്കും. അല്ലാതെ അവനെ തകർക്കാനായിട്ട് ഒരിക്കലും പിന്നെ എപ്പോഴും നമ്മളെ കുറിച്ച് കുറ്റം പറയാനായിട്ട് യോബ് സാത്താനും കൂടെ ചെന്ന് നിന്നെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മളെ കുറ്റപ്പെടുത്താനായിട്ട്. സാത്താൻ അപവാദിയാണ്, അവന് ഭോഷ്കിന്റെ ആത്മാവാണ്, ഭോഷ്കിന്റെ അപ്പനാണ്. അപ്പൊ നമ്മളെ കുറിച്ച് ഞാൻ എപ്പോഴും അതൊക്കെ ചിന്തിക്കുന്ന കാര്യം. പിന്നെ എപ്പോഴും എന്റെ ഹൃദയത്തില് വളരെ സന്തോഷകരമായ ഒരു അനുഭവം പറയുന്ന ഒരു വാക്യമായിരുന്നു, ഞാൻ നല്ല പോർ പൊരുത്, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അപ്പൊ ഈ വാക്യത്തിന്റെ മീനിങ്, നമ്മള് പലപ്പോഴും ഈ വാക്യം കാണാറുള്ളത് മരണപ്പെട്ടു പോയ ആൾക്കാരുടെ ചുവട്ടിൽ അല്ലെങ്കിൽ മേലെ എഴുതും, നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെ ഓർത്ത്, കർത്താവെ, അത് ഒരു ഫോട്ടോ ആക്കി മരിച്ചു കഴിഞ്ഞിട്ട് ഒരു വാക്യം എഴുതുന്നതിൽ വലിയ അർത്ഥം എനിക്ക് തോന്നുന്നില്ല, അല്ലേ? എനിക്ക് എപ്പോഴും ചിന്തിക്കുന്നതാ, ആര് മരിച്ചാലോ ഓട്ടം തികച്ചെന്ന് എഴുതും. പക്ഷെ ഞാൻ ആ വാക്യം എപ്പോഴും വായിക്കുമ്പോൾ ഞാൻ ഓർക്കും, ഇന്നലെ നാളെ ഞാനും മരിക്കും, അല്ലെ? പക്ഷെ എനിക്ക് എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ, ഓട്ടം തികച്ചെന്ന് അതിന്റെ മേലെ എഴുതണമെങ്കിൽ അത് തികച്ചിട്ടേ അത് എഴുതാനുള്ള സാഹചര്യങ്ങളെ ദൈവം ഒരുക്കാവും. പിന്നെ ഞാൻ ദൈവത്തോട് പറയും, കർത്താവെ, എനിക്ക് ഭയങ്കര ദൈവത്തോട് എനിക്ക് എന്ത് തന്നു എന്ത് തന്നില്ല എന്നുള്ള ഒരു അർത്ഥത്തിലല്ല ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നത്. അവന്റെ ദാനങ്ങളിലെല്ലാം ഞാൻ ദൈവത്തെ എനിക്ക് അവൻ അത് ചെയ്തു തന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നതെന്നല്ല. എനിക്ക് ദൈവത്തോടുള്ള എൻ്റെ ഹൃദയത്തിൽ നിന്ന് ആഴമായ സ്നേഹത്തിൽ നിന്നാണ് എനിക്ക് എൻ്റെ വാക്കുകളും ഞാൻ പറയുന്നത്, എൻ്റെ ഹൃദയത്തിലെ അനുഭവങ്ങളും ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആ വാക്ക് എപ്പോഴും ഉരുവിടുമ്പോൾ എനിക്ക് ഭയമാ, കർത്താവെ, നല്ല പൊരുതിയിട്ട് വേണം അത് എഴുതാന്, ആ വിശ്വാസം കാത്തിട്ട് വേണം, ആ വിശ്വാസത്തിന് വേണ്ടി നിലനിന്ന ഒരാളുണ്ടായിരുന്നു, അടുത്ത തലമുറ അത് പറയണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് എപ്പോഴും ഞാൻ പോകുന്ന ഇടക്കൊക്കെ യൗവനക്കാരായ കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ, ഞാൻ ഇവിടെ ഞങ്ങളുടെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവരോടൊക്കെ എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം ഇതായിരുന്നു, ദൈവത്തിന് വേണ്ടി നമ്മൾ സമയം കൊടുത്താൽ, കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഒരു കൈത്താങ്ങൽ നമ്മൾ കൊടുത്താൽ, അത് മറക്കുവാനായിട്ട് മനുഷ്യനല്ല ദൈവം. ദൈവമാണ്. അപ്പൊ ഒരു കാര്യം കൊണ്ട് ആ കാര്യത്തില് നമ്മൾ എവിടെ പോയാലും, നമ്മൾ എവിടെ പോയി പഠിച്ചാലും, എവിടെ പോയിട്ട് നമ്മളെ ദൈവം എവിടെ അയച്ചാലും, കർത്താവിന്റെ നാമത്തിന് മഹത്വം വരത്തക്ക രീതിയിൽ ജീവിതാനുഭവങ്ങളെ കൊണ്ടുപോവാൻ ഒരു വ്യക്തിക്ക് കഴിഞ്ഞാൽ അവൻ വിജയിച്ചു. അതിനകത്ത് എന്തെല്ലാം പ്രതിസന്ധി വന്നാലും അതിനെ തരണം ചെയ്യുന്ന ഞാൻ വെല്ലുവിളിക്കും. എന്തെന്നറിയോ, ഇനി അടുത്തത് രോഗം വന്നോട്ടെ, എനിക്കത് പ്രശ്നമില്ല. പക്ഷെ അത് തരണം ചെയ്യാനും, രോഗമല്ല എന്റെ വിഷയം, അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടല്ല എന്റെ വിഷയം, എനിക്ക് എന്റെ വിശ്വാസത്തിൽ നിലനിർത്തിയേ മതിയാകൂ. അതാണ് എനിക്ക് എന്റെ ഒരു പ്ലെഡ്ജ്. എന്റെ പ്ലെഡ്ജ് എന്ന് പറയുന്നത് ഇതാ, ഞാൻ നല്ല പോർ പൊരുതണം, ഓട്ടം. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, കർത്താവിന് 12 ശിഷ്യന്മാരുണ്ടായിരുന്നു.
അതിൽ ഒരുവൻ പോയി. ആ 12 ശിഷ്യന്മാരും ശിഷ്യത്വം പ്രാപിച്ചിട്ട് തന്നെയാ കർത്താവിന്റെ വേലയ്ക്ക് നിന്നത്. അവരെ ദൈവം ഒരുപാട് ഉപയോഗിച്ചു. നമ്മള് അപ്പോസ്തല പ്രവൃത്തിയൊക്കെ വായിക്കുമ്പോൾ നമുക്കത് കാണാം. അപ്പൊ തന്റെ ഭക്തന്മാര് ജീവിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയുമോ എന്നുള്ളത് ഇന്ന് സുവിശേഷകരുടെ മധ്യത്തിൽ ഒരു വെല്ലുവിളിയായിട്ട് നിൽക്കുന്ന ഒരു ചോദ്യമാണ്. നമുക്ക് എങ്ങനെ അത് നിൽക്കാൻ പറ്റും? പക്ഷെ ഞാന് 100% അടിവരയിട്ട് പറയും, ഒരു ഭക്തനെ സംബന്ധിച്ച് അവനെ ഭക്തന്മാർ ജീവിച്ചതുപോലെ, ഭക്തരിൽ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ എന്ന് പാട്ടുകാരൻ പാടുന്നത് പോലെ ഭക്തന്മാർ ജീവിച്ചതുപോലെ ജീവിച്ച് മരിച്ച് ആമേൻ കർത്താവിന് വേണ്ടി ആമേൻ ആ നിത്യതയെ വിശ്രമിക്കുക എന്നുള്ള ഒരു ലേബല് ഈ ഭൂമിയിൽ നമ്മള് ഇപ്പൊ നാളെ എനിക്കറിയത്തില്ല, ഞാൻ മരിച്ചാലും ചരിത്രം എന്നെ കുറിച്ച് എഴുതുന്നത് ഇങ്ങനെ ഒരാള് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ഒരു 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 എഴുത്തെങ്കിലും ഇങ്ങനെ ഒരു വ്യക്തി ഈ അല്ലെങ്കിൽ കോഴിക്കോട് അല്ലെ മലപ്പുറത്ത് ഉണ്ടായിരുന്നു. വിശ്വാസത്തിന് അത് ആൾക്കാരത് പറയാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടിയിട്ട് എൻ്റെ ജീവിതം മുഴുവനും ഒരു കാരണവശാലും എന്നെ, അതായത് ലോകത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാര്യത്തിലേക്കും എൻ്റെ കണ്ണ് പിന്നെ എൻ്റെ കണ്ണ് പതിക്കാതെ കൊണ്ടുപോകണമേ എന്ന് ഞാൻ ദൈവം. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, പൗലോസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം സകലതും ചപ്പും ചവറും എന്ന് എണ്ണുവാൻ എനിക്ക് ദൈവം കൃപ തന്നെന്ന്. അപ്പൊ അതൊന്നും വെറുതെ ഒരു വചനവും, എല്ലാ വചനവും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ വചനം എഴുതപ്പെട്ടത് ആ രീതിയിലായതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ ഭക്തന്മാർ എഴുതിയ വചനം ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോഴും നമ്മുടെ ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടെയുള്ള ജീവിതമാണെങ്കിൽ ദൈവം അവിടെ പ്രവർത്തിച്ചിരിക്കും. ഇന്ന് എനിക്ക് ഇങ്ങനെ ഒരു അവസരം അനുഭവങ്ങൾ പറയാനായിട്ടും ലോകത്തോട് ഇത് ഇന്നും കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നെന്നും അതായത് ഈ ഒരു കാലഘട്ടം, നമ്മളെ കാലഘട്ടം കഴിഞ്ഞു പോയാലും നിത്യതയ്ക്ക് വേണ്ടി നമ്മളെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ ഒരുക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് മറ്റുള്ളവർ ഷെയർ ചെയ്യുവാനായിട്ടും ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന ഈ അരോമ ടിവിയോടുള്ള പാസ്റ്ററോടുള്ള എന്റെ നന്ദിയെ ഞാൻ അറിയിക്കുന്നു. ഒരുപാട് നന്ദി. ഒത്തിരി എന്നെ ഇത്രയും സമയം എന്നെ കേട്ട എന്റെ പ്രേക്ഷകരോടുള്ള എന്റെ നന്ദിയെ ഞാൻ അറിയിക്കുന്നു. ദൈവത്തോടൊരു ഗൈഡൻസ് ആദ്യം ഞാൻ ഇങ്ങനെ ഒഴിയാനായിട്ടൊക്കെ ശ്രമിച്ചെങ്കിലും പിന്നെയും ഇല്ല, അത് കുറച്ചുപേരും കൂടെ കാണട്ടെ, കുറച്ചും കൂടി അറിയട്ടെ. ഇങ്ങനെയുള്ള ഒത്തിരി സാക്ഷ്യങ്ങൾ ഈ ചാനലിലൂടെ കടന്നു വരുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം മറ്റുള്ളവർക്കൊരു അവരുടെ ജീവിതത്തിനും ആത്മീയ നിലവാരത്തിനൊക്കെ ഉതകുന്ന രീതിയിലാകുമ്പോൾ ദൈവനാമ മഹത്വത്തിനായി തീരുന്നതിൽ ഒത്തിരി സന്തോഷിക്കുന്നു. ഇത്രയും സമയം എന്നെ കേട്ട എൻ്റെ പ്രിയ പ്രേക്ഷകരോടുള്ള നന്ദിയെ ഞാൻ അവസാനമായി അറിയിച്ചുകൊണ്ട് എൻ്റെ ടെസ്റ്റിമണി നിന്നിരിക്കുന്നു. ആമേൻ. വളരെ നന്ദി കർത്താവിന്റെ ദാസി സിസ്റ്റർ മേരി ഹെലൻ. മാതാപിതാക്കന്മാരോട് വൈദ്യശാസ്ത്രം പറഞ്ഞു, ഈ കുഞ്ഞ് ഇനി ജീവിച്ചിരിക്കില്ല, 5 വയസ്സ് വരെ കഷ്ടിച്ച് ജീവിച്ചിരിക്കും, അത് കഴിഞ്ഞിട്ട് ജീവിച്ചിരുന്നാൽ തന്നെ പിന്നെ സംസാരിക്കില്ല. ലോകം വിധി എഴുതി, വൈദ്യശാസ്ത്രം വിധി എഴുതി, ഒന്നുകിൽ ആയുസോടെ ഇരിക്കത്തില്ല, അഥവാ ജീവിച്ചാൽ തന്നെ സംസാരിക്കത്തില്ല. ഈ ഒരു അവസ്ഥയിൽ ജീവിതം ആരംഭിച്ചു എങ്കിൽ വെല്ലുവിളി നിറഞ്ഞതായ ആ ജീവിതത്തെ ഇന്ന് ദൈവത്തിന് പ്രയോജനമുള്ള, ദൈവനാമ മഹത്വത്തെ ഉയർത്തുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിക്കുന്ന ഒരു സാക്ഷ്യമായി സമൂഹത്തില് ദൈവത്തിന് ഉപയോഗിക്കുവാൻ കഴിയുന്നു എന്നുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നല്ല വിദ്യാഭ്യാസവും നല്ല സൗന്ദര്യവും നല്ല ആരോഗ്യവും നല്ല പണവും നല്ല പദവി പിടിപാടുമുള്ളവരെ ലോകം അന്വേഷിക്കുമ്പോൾ ദൈവം അന്വേഷിക്കുന്നത് വിദ്യാഭ്യാസം ഇല്ലാത്തതും ആരോഗ്യമില്ലാത്തതും രോഗിയായിരിക്കുന്നതും ബലഹീനമായിരിക്കുന്നതും കുലഹീനമായിരിക്കുന്നതും വലിയ പിടിപ്പും പഠിപ്പും പത്രാസവും ഒന്നും ഇല്ലാത്തതുമായ സാധുക്കളിൽ സാധുക്കളായ സാധാരണയിൽ സാധാരണക്കാരായ ആൾക്കാരെ ദൈവം തിരഞ്ഞെടുത്ത് ദൈവം അവർക്ക് കൊടുക്കേണ്ടുന്നതായ ബുദ്ധിയും ജ്ഞാനവും വിവേകവും സൗഖ്യവും ആരോഗ്യവും സൗന്ദര്യവും അവർക്ക് ആവശ്യമുള്ള നന്മകളും അവസരങ്ങളും ദൈവം കൊടുത്ത് ദൈവരാജ്യത്തിന് വേണ്ടി ദൈവം അവരെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ഒരുപാട് പ്രിയപ്പെട്ടവര് ഇങ്ങനെയുള്ള ജീവിതാനുഭവങ്ങളുമായി അരോമ ടിവിയിലൂടെ വിവിധ തലങ്ങളിൽ വിവിധ നിലകളിൽ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക.
സമൂഹം അന്വേഷിക്കുന്നത് പുറമേയുള്ളതായ പലതുമാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം അന്വേഷിക്കുന്നത്, ദൈവം നമ്മുടെ ഹൃദയങ്ങളെയാ തൂക്കി നോക്കുന്നത്. നമ്മുടെ ഉള്ളിന്റെ ഉള്ളറകളെ, ഉള്ളവസ്ഥകളെ പരിശോധിക്കുന്ന, നിരീക്ഷിക്കുന്ന ആ ദൈവത്തിന്റെ മുൻപാകെ ദൈവത്തിനറിയാം. കാരണം നമ്മുടെ ഈ പുറമേ ഉള്ളതെല്ലാം താൽക്കാലികമാണ്, നശ്വരമാണ്, അല്പസമയത്തേക്കുള്ളതാണ്. എന്നാൽ നമ്മുടെ അകമേ ഉള്ളവൻ ഒരിക്കലും നശിക്കുന്നില്ല. നിത്യത മുഴുവനും നിലനിൽക്കുന്ന ഒന്നാണ് നമ്മുടെ അകമയുള്ള മനുഷ്യൻ. ആകയാൽ ഈ അകമയുള്ള മനുഷ്യനെ പുഷ്ടിപ്പെടുത്തുവാൻ, വളർത്തിയെടുക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഈ ആയുസ്സിൽ നമുക്ക് അവസരങ്ങൾ ലഭിക്കുന്നതാണ് ഏറ്റവും ഉചിതം. ഒരുപക്ഷെ നമ്മൾ ശരീരത്തിൽ ബലഹീനരായിരിക്കാം, പല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, സാമ്പത്തികമായ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം. പക്ഷെ അതെല്ലാം താൽക്കാലികമായി മാറും. ദൈവവചനം പറയുന്നത് 70 അല്ലെങ്കിൽ 80 അല്ലെങ്കിൽ അല്പം കൂടി 10 100 വയസ്സ്, ഇത്രയും അതൊക്കെ വേഗം തീർന്നു പോകും. എന്നാൽ നിത്യത എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിനോട് ഒരുമിച്ച് യുഗാനുയുഗം അവിടെ നമുക്ക് രോഗമില്ല, ദുഃഖമില്ല, വേദനയില്ല, പട്ടിണിയില്ല, മരണമില്ല. ആമേൻ. ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ ഉപേക്ഷിക്കുമ്പോൾ, നമ്മുടെ ഉറ്റവരുടേവരും ചർച്ചക്കാരും ഒക്കെ നമ്മളെ കൈവിടുമ്പോൾ, കൈവിടാത്ത അരുമനാഥൻ നിത്യത മുഴുവനും നമ്മോടൊപ്പം ഉണ്ടായിരിക്കും എന്നുള്ള ആ ഒരു പ്രതീക്ഷയാണ് ഈ ഭൂമിയിലെ സകല കഷ്ടങ്ങളും വേദനകളും സഹിപ്പാനും ക്ഷമിക്കുവാനും ഒക്കെ നമുക്ക് ദൈവം തരുന്ന കൃപയെന്ന്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ കർത്താവിനോട് തൻ്റെ രോഗത്തിൽ നിന്ന് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ വചനം പറയുന്നു, എൻ്റെ കൃപ നിനക്ക് മതി. പ്രിയമുള്ളവരെ, ഞങ്ങളെ ശ്രവിക്കുന്ന മാന്യപ്രേക്ഷകരെ, കർത്താവിൽ വളരെയേറെ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന സിസ്റ്റർ മേരി ഹെലന്റെ ജീവിതാനുഭവങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ലോകപ്രകാരം നോക്കുമ്പോൾ ചിലപ്പോൾ പലതും ചൂണ്ടിക്കാണിക്കുവാൻ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാൻ, എടുത്തു പറയുവാൻ പ്രത്യക്ഷത്തിൽ ഒരുപക്ഷെങ്കിൽ കണ്ടെന്നിരിക്കാം. എന്നാൽ സ്വർഗത്തിലെ ദൈവം നോക്കുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയങ്ങളെയാണ്. ഞങ്ങളെ കേൾക്കുന്ന മാന്യപ്രേക്ഷകരെ, നിങ്ങൾ ഒരുപക്ഷെങ്കിൽ സമൂഹത്തിന്റെ മുൻപാകെ ഒറ്റപ്പെട്ടവരായിരിക്കാം, നീറിപ്പുകയുന്നവരായിരിക്കാം, വളരെയേറെ വേദനകളിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം. ഒരുപക്ഷെങ്കിൽ വേണ്ടതുപോലെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ, അല്ലെ സമൂഹം പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നുമുള്ളതായ പെർഫോമൻസ് നിങ്ങൾക്ക് കാഴ്ചവെക്കാൻ ഒരുപക്ഷെങ്കിൽ കഴിഞ്ഞെന്ന് വരികയും, പക്ഷെങ്കിൽ നിങ്ങളെ വിളിക്കുന്ന, നിങ്ങളോട് സംസാരിക്കുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളോട് അടുത്തിരിക്കുന്ന സർവകൃപാലുവായ ഒരു ദൈവമുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ യേശുവിന് വേണ്ടി താങ്കളുടെ ജീവിതം, താങ്കളുടെ സമയം, താങ്കളുടെ കഴിവുകൾ, അവസരങ്ങൾ സമർപ്പിക്കുവാൻ തയ്യാറാകുമെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് മേരി ഹെലന്മാര് എഴുന്നേൽക്കുവാനിടയായിത്തീരും, മുൻപന്തിയിൽ വരുവാനിടയായിത്തീരും. അവരെ ദൈവത്തിന് ഉപയോഗിക്കുവാൻ കഴിയും, അവരെ ദൈവത്തിന് ശക്തമായി ഉപയോഗിക്കുവാൻ കഴിയുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ആകയാൽ നമുക്കൊരു നിമിഷം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം, കണ്ണുനീരോടെ. ആമേൻ, ആമേൻ. ദൈവത്തിന് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞാനിതാ എന്നെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യേശുവേ, ഞാനിതാ എന്നെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യേശുപ്പാ, ഓ മനുഷ്യരുടെ മുൻപാകെ, ലോകത്തിന്റെ മുൻപാകെ, ആമേൻ, അവർ പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നും എനിക്കില്ല, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെങ്കിൽ അങ്ങാണ് എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചത്, അങ്ങാണ് എന്നെ ഈ ഭൂമിയിൽ ഉരുവാക്കിയത്. ആമേ, പ്രപഞ്ച സൃഷ്ടിക്ക് മുന്നമേ അങ്ങനെ കണ്ടു, അങ്ങനെ തിരഞ്ഞെടുത്തു എന്ന് ഞാൻ അറിയുന്നു. നശ്വരമായ ഈ ലോകത്തിന്റെ ജീവിതം അവസാനിച്ച് അസ്തമിച്ചു പോകുന്ന ഒന്നല്ല, പകരം അനിത്യതയ്ക്കായി അങ്ങനെ തിരഞ്ഞെടുത്തു എന്നുള്ള വസ്തുതയെ തിരിച്ചറിയുന്നു. പ്രാർത്ഥിക്കാം, എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. നിറഞ്ഞു കവിയുന്ന ആമേൻ കണ്ണുനീരോടുകൂടി ഒരു നിമിഷം, കർത്താവേ, ആ ക്രൂശിൽ നിന്ന് എനിക്ക് വേണ്ടി ചൊരിയപ്പെട്ടതാണ്. ആമേൻ, ആ ചോരത്തുള്ളിയുടെ ഒരു തുള്ളി എന്റെ ശിരസിന്മേലൊഴിക്കണമേ. കർത്താവ് എന്നോട് കരുണ തോന്നണമേ, അവിടുന്ന് എന്നെ സൗഖ്യമാക്കണമേ, എന്റെ പാപങ്ങളെ ക്ഷമിക്കണമേ, എന്റെ രോഗങ്ങളിൽ നിന്ന് എനിക്ക് അത്ഭുതകരമായ വിടുതൽ തരണമേ. നിങ്ങൾ ഒരു പക്ഷെങ്കിൽ വൈദ്യശാസ്ത്ര പ്രകാരം ഇനി ജീവിക്കില്ല എന്ന്
മണിക്കൂറുകളോ ദിവസങ്ങളോ മാസങ്ങളോ മാത്രം വിധി എഴുതപ്പെട്ടവരായിരിക്കാം. എന്നാൽ എന്നും ആമേൻ അത്ഭുതകരമായി കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ വാത്സല്യ സഹോദരിയെ ദൈവം സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ നിർത്തിയിരിക്കുന്നത് പോലെ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന് നിങ്ങളെ സൗഖ്യം തരുവാൻ, ആരോഗ്യം തരുവാൻ, ആയുസ്സിനെ ദീർഘിപ്പിക്കുവാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കൂ. നിങ്ങളായിരിക്കുന്നിടത്ത്, നിങ്ങളുടെ രോഗക്കിടക്കയിൽ നിങ്ങൾ മനോവ്യഥയോടുകൂടി ആയിരിക്കുമ്പോൾ ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന്റെ മുൻപാകെ ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുക്കൂ. പ്രാർത്ഥിക്കാം. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അരോമ ടിവിയിലെ ഓരോ പ്രേക്ഷകരെയും ദൈവകരങ്ങളിലേക്ക് ഫലമേൽപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ ദാസി സിസ്റ്റർ മേരി ഹെലൻ ചുരുക്കം വാചകങ്ങളിൽ ഈ സമയം നമ്മെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, ഇപ്രകാരം ഒരു അവസരം അടിയന്റെ ജീവിതത്തിൽ ദൈവം ദാനമായി തന്നതിനായി നന്ദി പറയുന്ന കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, ഈ ചാനലിലൂടെ കർത്താവേ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാൻ കിട്ടിയ അവസരത്തിനായി നന്ദി പറയുന്ന അപ്പാ. ദൈവമേ, അതിന് മുഖാന്തരമായി തീരുന്ന ഞങ്ങളുടെ ദാസനെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. വിശേഷാല് ദൈവമേ, ഇത് കേൾക്കുന്ന ഒത്തിരി ആമേൻ ആൾക്കാരുണ്ട് അപ്പാ. ദൈവമേ ഹല്ലേലൂയ, അവരുടെ ജീവിതത്തിന് ഒരു അനുഗ്രഹമാക്കി ദൈവം തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഹല്ലേലൂയ, ഒരുപാട് രോഗത്തിന്റെ ദുഃഖത്തിലൂടെ കർത്താവേ, വിരഹവേദനയിലൂടെ അങ്ങനെ കർത്താവെ പലവിധമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർ ദൈവമേ കർത്താവെ ഹല്ലേലൂയ ഞങ്ങളെ ശ്രവിക്കുന്നവരുണ്ട് അപ്പാ. എന്നാൽ കർത്താവെ ഹല്ലേലൂയ, ദൈവം സകലത്തിനും മതിയായ ദൈവമാണ്. ആമൻ. എന്റെ കൃപ നിനക്കും അത് എന്റെ ശക്തി ബലഹീനതകൾ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞ ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തതായ അനുഭവങ്ങൾ ഞങ്ങളെ നശിപ്പിക്കുവാനോ ഞങ്ങളെ തകർത്തു കളയുവാനോ അല്ല എന്നുള്ളത് ദൈവമേ, ഞങ്ങളെ ദൈവമേ അവിടുന്ന് ഓരോ അനുഭവങ്ങൾ കൂടെ പഠിപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അത് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി വിശ്വാസത്തിന്റെ ഹല്ലേലൂയ ദൈവമേ പരിശോധന വിധിയേതെന്ന് എണ്ണുവാനാണെന്നുള്ളത് കർത്താവെ ഞങ്ങളെ മനസ്സിലാക്കി തന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അനേകർക്ക് കർത്താവെ ഈ TV ചാനൽ ഒരു അനുഗ്രഹമായി തീരട്ടെ ദൈവമേ, അനേക ആശ്വാസമായി തീരട്ടെ അവരുടെ ഹൃദയങ്ങളിൽ കർത്താവെ. ദൈവമേ, ഇതെല്ലാം അവർ കേൾക്കുമ്പോൾ ദൈവമേ, ഞങ്ങളെ ആമൻ സ്നേഹിക്കുന്ന ഞങ്ങളെ ആർക്കും സ്നേഹിക്കുവാൻ കഴിയത്തില്ലെങ്കിലും ദൈവത്തിന് ഞങ്ങളെ അവൻ അവസാനത്തോളം അവൻ അവരെ സ്നേഹിച്ചു എന്ന് പറഞ്ഞതുപോലെ ലോകം തരാത്ത സമാധാനം തന്ന് ആമൻ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് പറഞ്ഞവന്റെ ആമൻ തിരുശബ്ദം കേൾപ്പാനായിട്ട് ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും നിങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എല്ലാവർക്കും അനുഗ്രഹമാക്കി ദൈവം തീർക്കണമേ. രോഗികളെ ദൈവം സൗഖ്യമാക്കണമേ. ദൈവമേ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കണമേ കർത്താവേ. അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്ന കർത്താവ് എല്ലാ മക്കളെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. തിരുനാമം ഞങ്ങൾ കൂടി മഹത്വം എടുക്കണം. വരവിനായി ഞങ്ങളെ ഒരുക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച നസറനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു. കൃപയോട് കേൾക്കണമേ സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ. ആമേൻ. ആമേൻ. വളരെ നന്ദി കർത്താവിന്റെ ദാസി സിസ്റ്റർ മേരി ഹെലൻ ഇത്രത്തോളം സമയം അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യം പങ്കുവയ്ക്കുന്നതിന് സമയം വേർതിരിച്ചതിന് കർത്താവിന്റെ ദാസിയുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹവും ഞങ്ങൾ അറിയിക്കുന്നു. ഈ സാക്ഷ്യം നിങ്ങൾക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്ത് അവരും ഇത് ശ്രദ്ധിക്കുവാൻ മുഖാന്തരമായി തീരട്ടെ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയോ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പിൽ ഞങ്ങൾക്ക് മെസ്സേജുകൾ അയക്കുകയോ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾ ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിലൊക്കെ നിങ്ങൾക്ക് ഏത് സമയം വാട്സപ്പിൽ വോയിസ് മെസ്സേജായോ ടെക്സ്റ്റ് മെസ്സേജായിട്ടോ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. ഞങ്ങൾ നിങ്ങളെ തിരിച്ച് വിളിക്കുകയോ നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നതായിരിക്കും. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാവർക്കും ഗുഡ് ബൈ. God bless you all. Amen. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ.
അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com